സോ ഹലോ സ്റ്റുഡൻസ്, മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് CUET-യിലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ ചോദ്യങ്ങളാണ്. സോ ആ എക്സാമിനും CUET-യിൽ ഇത്തവണ എല്ലാ പേപ്പറിനും ഏത് നിങ്ങൾ പേപ്പർ എടുത്താലും എല്ലാ പേപ്പറിലും 50 ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 60 സെക്കൻഡും കിട്ടും. അതേപോലെ തന്നെ എല്ലാ പേപ്പറും ഇത്തവണ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ദാറ്റ് ഈസ് CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ഇല്ല. കഴിഞ്ഞ വർഷം ഹൈബ്രിഡ് മോഡായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ള പേപ്പറുകൾ അവർ പെൻ ആൻഡ് പേപ്പറിൽ കണ്ടക്ട് ചെയ്തു. ആപ്ലിക്കേഷൻ കുറഞ്ഞ പേപ്പറുകൾ അവർ ഓൺലൈൻ മോഡിൽ കണ്ടക്ട് ചെയ്തു. ഇത്തവണ എന്താണെന്ന് വെച്ചാൽ എല്ലാ പരീക്ഷയും ഓൺലൈനാണ്. ഒരൊറ്റ പേപ്പർ പോലും പേപ്പർ ബേസ്ഡ് അല്ല, എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. സോ ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. സോ ഏത് പേപ്പർ എടുത്താലും നിങ്ങൾക്ക് 50 ചോദ്യം ഉണ്ടായിരിക്കും. ഓരോ ശരി ഉത്തരത്തിന് യു വിൽ ഗെറ്റ് 5 മാർക്സ്. നെഗറ്റീവ് ആണെങ്കിൽ -1 ഡിഡക്റ്റ് ആവും. നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺഅറ്റൻഡഡ് ആയിട്ട് വിടുന്ന ക്വസ്റ്റ്യനുകൾക്കെല്ലാം പോസിറ്റീവും ഇല്ല, നെഗറ്റീവും ഇല്ല, പെനാൽറ്റി ഇല്ല, വിച്ച് മീൻസ് 0 മാർക്ക് ആർക്കും കിട്ടാൻ പോകുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ ക്വസ്റ്റ്യനുകളാണ്. സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്ന സെക്ഷനുകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യനുകൾ ചെയ്യാനായിട്ട് പുതിയതായിട്ട് നിങ്ങളൊന്നും പഠിക്കേണ്ടി വരത്തില്ല. മാത്സ് നിന്നും റീസണിങ് സെക്ഷനിൽ നിന്നും. മാത്സും റീസണിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് 10th എന്താണോ ഇതുവരെ പഠിച്ചിട്ടുള്ളത്, ക്ലാസ് 8, 9, 10 നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ ചോദിക്കാൻ പോകുന്നതും. ബട്ട് ദ ക്യാച്ച് ഈസ് ദാറ്റ് നിങ്ങൾക്ക് 50 ചോദ്യം ഉണ്ടാവും, 60 മിനിറ്റും ഉണ്ടാകും. കഴിഞ്ഞ വർഷമാണെങ്കിൽ 60 ചോദ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും 50 എഴുതിയാൽ മതിയായിരുന്നു. ഈ വർഷം 50 കൊണ്ട് നിങ്ങൾക്ക് ചോയ്സ് ഓഫ് ഫ്രീഡം ഇല്ല. എല്ലാ ചോദ്യവും നിങ്ങൾ ചെയ്തിരിക്കണം. 50 ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് 60 സെക്കൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ഓരോ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് 72 സെക്കൻഡാണ് നിങ്ങൾക്ക് കിട്ടുക. 50 ചോദ്യത്തിന് 60 മിനിറ്റ് ആണെങ്കിൽ ഓരോ ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് 72 സെക്കൻഡ് കിട്ടും. പക്ഷേ CUET-യിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 72 സെക്കൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രൊവൈഡഡ് ദാറ്റ് യു പ്രാക്ടീസ്. നമ്മൾ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല. ക്ലാസ് 10 എന്തൊക്കെയാണോ 10 വരെ നിങ്ങൾ എന്തൊക്കെ മാത്സിൽ പഠിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. ഇനി റീസണിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, ക്രിട്ടിക്കൽ റീസണിംഗ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യനുകളെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ പുതുതായിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് റീസണിങ്ങിനകത്ത് ഇതിനകത്ത് വരുന്നത്. അതും നമ്മൾ ഹയർ ലെവൽ ഒളിമ്പിയാഡ്സിന് വരുന്ന റീസണിംഗ് ഡിഫിക്കൽറ്റി ഒന്നും ഈ ചോദ്യങ്ങൾ CUET-ലെ ചോദ്യങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ 4 വർഷവും ഉണ്ടായിട്ടില്ല. ഈ വർഷവും വി ക്യാൻ എക്സ്പെക്ട് എ സിമിലർ പാറ്റേൺ. അതേ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് രണ്ടും അല്ലാണ്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 10-15 ചോദ്യം കറണ്ട് അഫയേഴ്സിനകത്ത് നിന്ന് എല്ലാ വർഷവും വരുന്നതാണ്. സോ ആ ഒരു ഏരിയ, അതായത് നമ്മൾ എക്സാം നടക്കുന്നതിൻ്റെ പിറ്റേ വർഷം, എക്സാം നടക്കുന്നതിന് തൊട്ട് മുന്നേ വർഷമാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ 2025 നടന്ന കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് ചോദ്യങ്ങൾ ഒരു 10-15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ GK-യുടെ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് യു നോ ദ ആൻസർ ദെൻ യു ക്യാൻ ടിക്ക് ഇറ്റ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിടുക. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കുക, അപ്പോൾ തന്നെ ആൻസർ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. സോ അവിടെയെല്ലാം നമ്മൾ സമയം ലാഭിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും ജനറൽ നോളജ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 5 സെക്കൻഡ് അല്ല 10 സെക്കൻഡിനുള്ളിൽ ചെയ്യാം. കാരണം അത് കൂടുതൽ ആലോചിച്ചിരുന്നാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പോകുന്നില്ല. അറിയാമെങ്കിൽ എഴുതുക, അറിയത്തില്ലെങ്കിൽ അപ്പോൾ തന്നെ വിടുക. ആ ടൈമെല്ലാം നിങ്ങൾക്ക് പാടായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റീസണിങ് ചോദ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന 50 ചോദ്യവും 1 മണിക്കൂറിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. സോ ആദ്യം നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മാത്സിൽ നിന്ന് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള സെക്ഷനിൽ നിന്നായിരിക്കും വരുന്നത്. സോ ഏറ്റവും ആദ്യത്തെ ചോദ്യം തന്നെ തന്നിട്ടുണ്ട്. അതൊരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. നിങ്ങൾ വളരെ എലിമെൻ്ററി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് റേഷ്യോ, എന്താണ് പ്രൊപ്പോർഷൻ എന്നുള്ളത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇഫ് 36:84 അങ്ങനെയാണെങ്കിൽ അതേ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റൊരു പ്രൊപ്പോർഷൻ ഇവിടെ തന്നിട്ടുണ്ട് 42:x. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നിങ്ങളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. 36/84 = 42. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ 36/84 ഈസ് ഈക്വൽ ടു
42/x ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ ഏറ്റവും എളുപ്പം നിങ്ങൾ പേന എടുക്കാതെ തന്നെ പേന ജസ്റ്റ് ആ പേപ്പറിൽ തെളിയിക്കാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ സാധിക്കും. 36 to 84 അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ഫ്രാക്ഷനെ വീണ്ടും നിങ്ങൾക്ക് ചെറുതാക്കാൻ സാധിക്കും. രണ്ടിലും ഏത് നമ്പർ പോകുന്നുണ്ട്, രണ്ടിലും 12 വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 36 to 84 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എന്താണ്? 3:7 ആണ്. ഇവിടെ 3 വരും, ഇവിടെ 12 വരും. അതായത് 3നെ അല്ലെങ്കിൽ ഏതോ ഒരു നമ്പറിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 36 വന്നത്. അതേപോലെ ഏതോ ഒരു നമ്പറിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 84 വന്നത്. അപ്പോൾ ഏതായിരിക്കും ആ നമ്പർ? ഇതെനിക്കറിയാം, ഇത് 12 into 3 ആണ്. അതേപോലെ 12 into 7 ആണ് ഈ പറയുന്ന 84. സോ അവിടെ 12 വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ പ്രൊപ്പോർഷൻ വേണം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ആ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ 42 തന്നിട്ടുള്ളത്. ഇവിടെ 7 ആണെങ്കിൽ ആ 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ വേണം ഇവിടെ വരാൻ. എനിക്ക് എങ്ങനെ 3നെ 42 ആക്കാം? 3നെ 42 ആക്കണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഓൺലി മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 14. 3 into 14 ആണ് 42. സോ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ പറയുന്ന 7 into 14 ആയിരിക്കണം 42. 7 into 4 98 ആണ്. സോ ദ ആൻസർ ഷുഡ് ആൻഡ് വിൽ ബി 98. ഓപ്ഷൻ ബി തന്നെയായിരിക്കും എൻ്റെ ആൻസർ. നിങ്ങൾക്ക് പേന എടുക്കാതെ തന്നെ അത് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം 36 to 84 ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ലോവസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ 3:7 ആണ്. അപ്പോൾ അവിടെ അതേ പ്രൊപ്പോർഷൻ ആയിരിക്കണം ഇവിടെ വരുന്നത്. സോ ഇവിടെ ഞാൻ 3 എഴുതിയിട്ടുണ്ടെങ്കിൽ 36ന് പകരം ഞാൻ 3 എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കറസ്പോണ്ട് ചെയ്യുന്ന 42ൻ്റെ ഭാഗത്തും 3:7 എന്ന് പറഞ്ഞ രീതിയിലായിരിക്കണം ആ റേഷ്യോ ഡിവൈഡ് ആയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ സിമ്പിളി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 42നെ 3 കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 14 വേണം. അതേപോലെ ഈ 7നെ എക്സുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ 7നെ 14 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ആൻസർ 90 കിട്ടും, 98 കിട്ടും. ഇനി നിങ്ങൾക്ക് അതല്ല, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 36/84 ചെറിയ ഫോം, ലോവസ്റ്റ് ഫോം 3:7 ആയി. 3:3/7 is equal to 42/x. ഇനി എക്സ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് എന്താ? 42 into 7/3. ഇത് നിങ്ങൾ കട്ട് ചെയ്താലും 7 into 14 തന്നെയാണ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. എഗെയിൻ നിങ്ങൾക്ക് 98 ആൻസർ കിട്ടും. സോ ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾ പേന എടുക്കാണ്ട് തന്നെ ലോജിക്കലി 98 ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ലോജിക്കൽ കോമൺ സെൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇറ്റ് സീംസ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP - CP എന്ന് എഴുതണം. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ SP - CP/CP × 100. നമ്മൾ പഠിച്ച ഇക്വേഷനൊക്കെയാണ്. ആ ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ അതിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ലോജിക്കലി ഈ ആൻസറില്ല, മാത്സിനകത്തെ ചോദ്യങ്ങൾ നമുക്ക് ലോജിക്കലി ഡിഡക്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും നമ്മൾ ഓപ്ഷനിൽ നമ്മളൊരു കണ്ണ് പോകണം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണെന്നുള്ളൂ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരാളൊരു വാച്ച്, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് ആക്ച്വലി ഉണ്ടായിരുന്ന കോസ്റ്റിൻ്റെ 9/10 അയാൾ ഒറിജിനൽ കോസ്റ്റിൻ്റെ 9/10 അത് അയാൾ വാങ്ങിച്ചു. അതിനുശേഷം അയാളത് സോൾഡ് അറ്റ് 8% മോർ ദാൻ ദി ആക്ച്വൽ കോസ്റ്റ്. ഒറിജിനൽ കോസ്റ്റിൻ്റെ 8% മേളിൽ അയാൾ വിറ്റു. അങ്ങനെയാണെങ്കിൽ അയാൾക്കുണ്ടായ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ്? പ്രോഫിറ്റോ ലോസോ ഏതാണോ അതെന്താണെന്നാണ് കണ്ടുപിടിക്കാൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരിടത്തും നമ്മളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ചോദിച്ചിട്ടില്ല. ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദ എമൗണ്ട്. അവരെന്താ ശ്രദ്ധിക്കുന്നത്? നിങ്ങൾക്ക് ആദ്യമേ തന്നിട്ടുള്ള ഒരു ഫ്രാക്ഷൻ അഥവാ ഒരു പെർസെൻറ്റേജ് വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതേപോലെ ഓപ്ഷനും പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത്. സോ എഗെയിൻ ദ ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്തപോലെ CPX ആയിട്ട് എടുത്തു, അതിന് 90% കണ്ടുപിടിക്കുന്നു, അതിൻ്റെ മേളിൽ 8% ആഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരിടത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ആരും ചോദിക്കുന്നില്ല, ആൻസർ പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെ പേന എടുക്കാതെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒറിജിനൽ എമൗണ്ടിൻ്റെ 9/10 അയാൾ പർച്ചേസ് ചെയ്തു. സപ്പോസ് ഞാൻ ഒറിജിനൽ കോസ്റ്റ്, ആ വാച്ചിൻ്റെ ഒറിജിനൽ കോസ്റ്റ് 100 രൂപയാണ് എടുത്തു. 100 രൂപയാണെങ്കിൽ അതിൻ്റെ 9/10 അതായത് 90% എത്രയാണ്? 100 രൂപയുടെ വാച്ച് അയാൾ 90 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഇതോടെ എഴുതി കാണിച്ചു തരാം. സോ 100 rupees ആയിരുന്നു ഒറിജിനൽ കോസ്റ്റ്. OC ഈക്വൽ ടു 100 rupees. അതിൻ്റെ 9/10 എന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങിച്ച കോസ്റ്റ് പ്രൈസ്
ഇപ്പോൾ എത്ര വന്നു? ഇതിൻ്റെ 90%, വളരെ സിമ്പിൾ. 100ൻ്റെ ഏത് പെർസെൻറ്റേജ് ചോദിച്ചാൽ ആ നമ്പർ തന്നെ ആയിരിക്കും. സോ 90 റുപ്പീസ്. സോ 100 രൂപയുടെ സാധനം അയാൾ 90 രൂപയ്ക്ക് വാങ്ങിച്ചു. അതിനുശേഷം അയാളത് വിറ്റത് 8% മോർ ദാൻ ദി ഒറിജിനൽ കോസ്റ്റ് പ്രൈസ്. ഇതിൻ്റെ 8% കൂടുക എന്ന് പറഞ്ഞാൽ അയാൾ വിറ്റത് എത്ര രൂപയ്ക്കായിരിക്കും? ഇതിൻ്റെ 8% എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെ. നേരത്തെ പറഞ്ഞു 100 ആണ് നിങ്ങൾ എടുക്കേണ്ടതെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ 100 വെച്ച് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അത് 100 തന്നെ വരും, 108 എന്നുള്ള രീതിയിൽ വരും. സോ 90 രൂപയ്ക്ക് ഒരാളൊരു സാധനം വാങ്ങിച്ചു, 108 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേൻ എടുക്കേണ്ട പോലും ആവശ്യമില്ല. 108 മൈനസ് 90 ഈസ് 18, നത്തിങ് ബട്ട് 18. സോ 90 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു, അതിനകത്ത് നമ്മൾ 18 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? 18 × 5 ആണ് 90, വിച്ച് മീൻസ് 1/5 എമൗണ്ട് എനിക്ക് പ്രോഫിറ്റായിട്ട് കിട്ടി. 5-ൽ 1 രൂപ എനിക്ക് പ്രോഫിറ്റായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്തായിരിക്കും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 20% പ്രോഫിറ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. 90 രൂപയ്ക്ക് വാങ്ങിച്ചു, 108 രൂപയ്ക്ക് ഒരു സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 18 രൂപയാണ്. അത് നമ്മൾ വാങ്ങിച്ചത് 90 രൂപയ്ക്കാണെങ്കിൽ 18/90 × 100 ആയിരിക്കും ആൻസർ. 500/5 is equal to 20%. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഈ ചോദ്യവും വളരെ സിംപ്ലി ലോജിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും അവിടെ CPയുടെ വാല്യൂ നമ്മൾ 10th ചെയ്യുന്ന പോലെ എക്സ് എടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ലോജിക്കലി നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ തേർഡ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതേപോലെ ലോജിക്കലി ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ 10 വരെ എന്തൊക്കെയാണോ പഠിച്ചത് അത് മാത്രമേ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയുള്ളൂ. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇൻട്രസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പലിശ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ആരെയും പുതിയതായിട്ട് പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ് ഇൻട്രസ്റ്റ്. നമ്മളൊരു പൈസ കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത്ര വർഷത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് ശതമാനം ആ പൈസ തന്ന ആൾ നമ്മളുടെ നീടാക്കും. ദാറ്റ് ഈസ് പെർസെൻറ്റേജ്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് അറേഞ്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കേസസ് ഇൻ ഡിക്രീസിങ് ഓർഡർ. ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലുത് ആദ്യം വരും, ഏറ്റവും ചെറുത് താഴെയും വരും. ഇനി നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വളരെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴെല്ലാം നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ഓപ്ഷനിലും കൂടെ നോക്കണം. അങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് GK ഒഴിച്ച് ബാക്കി ഏത് ചോദ്യം ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വന്നാലും യു ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് ഫ്രം ദ ഓപ്ഷൻ ഇറ്റ്സെൽഫ്. ഓപ്ഷനിലും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആൻസർ വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഡിക്രീസിങ് ഓർഡർ ഇൻ ദ സെൻസ് ഏറ്റവും വലുത് ആദ്യം വരും, ഏറ്റവും ചെറുത് താഴെ വരും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് ആദ്യം പോകണം. ഏത് സെറ്റിലാണ് എല്ലാ വാല്യൂവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഈ 4th ഓപ്ഷനിൽ നിങ്ങൾ നോക്കിയാൽ ഡിക്രീസിങ് വാല്യൂ ഇതിനകത്ത് തന്നിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അതെവിടെയാണോ വരുന്നത് ദാറ്റ് വിൽ ബി യുവർ ആൻസർ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഇതാണ് വാല്യൂ തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. P = IRT, I = PR. ഇതാണ് ഞാൻ എഴുതാം, എനിക്കിനി അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ബൈ 100. ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മളിത് എഴുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഒരേ രീതിയിലുള്ള വാല്യൂസ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇവിടെയും പ്രിൻസിപ്പിളുണ്ട്, റേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, എല്ലാ കേസിലും അത് തന്നെ. സോ നമ്മൾ ഇതിനകത്ത് ഏറ്റവും വലുത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഏതായിരിക്കും ഏറ്റവും വലുത് അത് തന്നെയായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന വാല്യൂ. ഈ 3 നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ ഏറ്റവും ചെറുത് ഏതാണോ തരുന്നത് അത് തന്നെയായിരിക്കും ഏറ്റവും ലീസ്റ്റ് വാല്യൂ. സോ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ടു ഫൈൻഡ് ദ ലീസ്റ്റ് വൺ. അത് ഓപ്ഷനിലെ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ മതി. ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സെറ്റ് 4ാമത്തെ സെറ്റാണ്. 4ാമത്തെ സെറ്റിൽ 3 എലമെൻറ്റുകളുണ്ട്. D തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. A ഒരിക്കലും ലീസ്റ്റ് അല്ലെന്നുള്ള കാര്യം ഇവിടുന്ന് മനസ്സിലായി. കാരണം 4 ഒരെണ്ണം എന്തായാലും ആൻസർ ആയേ മതിയാവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിനകത്തെ ലീസ്റ്റ് വാല്യൂ B ആണോ, C ആണോ, D ആണോ. B ആണെങ്കിൽ ആൻസർ അവിടെ കഴിഞ്ഞു. കാരണം ആ B സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഓപ്ഷനിലും കൂടെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. സോ ഇവിടെ 3ൻ്റെയും പ്രോഡക്റ്റ് ഏറ്റവും ലീസ്റ്റ് വരുന്ന വാല്യൂ ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് എലമെൻറ്റ്. സോ 66 × 5 × 2 അതിൻ്റെ വാല്യൂ 660 വരും. ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് A ഓപ്ഷനിൽ നിന്ന് കിട്ടുന്നത് 660 ആയിരിക്കും. B ഓപ്ഷനിൽ നിന്ന് വരാൻ പോകുന്നത് 2 × 6 × 30 which is equal to
60, ആദ്യത്തെ കേസിൽ 660, രണ്ടാമത്തെ കേസിൽ 60. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ലീസ്റ്റ് വാല്യൂ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അടുത്ത് 8.4 ഇൻറ്റു 5 ഇൻറ്റു 4, അതായത് 20 ഇൻറ്റു 84, അല്ലെങ്കിൽ 2 ഇൻറ്റു 20 ഇൻറ്റു 84, 8.4 അല്ലെങ്കിൽ 2 ഇൻറ്റു 84, അതായത് 168. സോ തേർഡ് ഓപ്ഷനകത്ത് നിന്ന് കിട്ടുന്നത് 168 ആയിരിക്കും. ഫോർത്ത് ഓപ്ഷനകത്ത് തീർച്ചയായിട്ടും വലിയൊരു വാല്യൂ കിട്ടുള്ളൂ, കാരണം അവിടെ പ്രിൻസിപ്പിൾ തന്നെ 5000 ആണ്. സോ 550 ഇൻറ്റു 24 അതായിരിക്കും അവിടെ കിട്ടാൻ പോകുന്ന വാല്യൂ. സോ അതെന്തായാലും ഒരുപാട് വലുതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായി ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണ്. ബി ഓപ്ഷനാണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ തരുന്നത്. സോ ബി ലാസ്റ്റ് വരുന്നതായിട്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഓപ്ഷനിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സോ ആൻസർ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാം വേണമെങ്കിൽ നമ്മൾക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്തിട്ട് ആൻസർ എടുക്കാം. ബട്ട് നമ്മൾ ഓപ്ഷനിലും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊരെണ്ണം മാത്രം ചെയ്താൽ ആൻസർ കിട്ടുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അത് പ്രാക്ടീസിലൂടെ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മളതിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിനകത്ത് നിന്ന് ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ ആണ് അവർ ചോദിക്കുന്നത്. എഗെയിൻ ഇതും വളരെ ലോജിക്കലായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മേ ബി നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് കുറേ ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഒരു 4 സർക്കിൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 4 കോയിൻസ് ഇതേപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ 4 കോയിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ അത് വളരെ എളുപ്പമുള്ളൊരു ഫിഗറാണ്. അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് എക്സ്റ്റേണലി അവിടെ ഒരു ആ സെൻറ്ററുകളെല്ലാം കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്ക്വയർ ആയിട്ട് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ ഒരാൾക്കത് ഐഡിയ കിട്ടും. ഈ ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. ഈ റെക്റ്റാങ്കിൾ, ഈ പറയുന്ന സ്ക്വയറിനകത്തുനിന്ന് ഈ പറയുന്ന സർക്കിളുകളുടെ 4 സെക്ടറുകൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് വേണ്ടത് ഷെയ്ഡഡ് പോർഷനാണ്. ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന ABCD എന്ന് പറഞ്ഞ സ്ക്വയറിനകത്തുനിന്ന് ഈ പറയുന്ന 4 സെക്ടറുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ആൻസറായി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഓരോ സർക്കിളിനെ സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഈ പറയുന്ന 4 എണ്ണം കൂടെ യോജിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സെക്ഷൻ അത് 4ഉം കൂടെ യോജിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സാക്ട്ലി ഈ പറയുന്ന സർക്കിൾ തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് സർക്കിളിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസറായി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാവുന്നേ ഉള്ളൂ. എഗെയിൻ നിങ്ങൾ ഓപ്ഷനിലും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ യൂണിറ്ററി മെത്തേഡ് വെച്ചിട്ടും ആൻസർ കണ്ടുപിടിക്കാം. ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. എന്താ ഫിഗറിൻ്റെ ആൻസർ കിട്ടാനായിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് ആ സ്ക്വയറിൻ്റെ ഏരിയക്കകത്തുനിന്ന് നമ്മൾ ആ സർക്കിളിൻ്റെ ഏരിയ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ 4 സെക്ഷനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സർക്കിൾ തന്നെയാണ്. അപ്പം സ്ക്വയറിൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ സൈഡ് നമുക്കറിയാം. സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ റേഡിയസ് 2 തവണ വരുന്നുണ്ട്, അതായിരിക്കും സ്ക്വയറിൻ്റെ സൈഡ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി അവർ സൈഡ് 14 തന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്തായി? 14 സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ, വിച്ച് ഈസ് ഈക്വൽ ടു 196. അത് ഏതൊരു കുട്ടിക്കും അറിയാം 14 സ്ക്വയർ 196 ആണ്. ഇനി നമുക്ക് വേണ്ടത് സർക്കിളിൻ്റെ ഏരിയ. സർക്കിളിൻ്റെ ഏരിയയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വീണ്ടും അവർ തന്നിട്ടുള്ള വാല്യൂ 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ തന്നെയാണ്. സോ ഇറ്റ് ബിക്കംസ് മച്ച് ഈസിയർ. സർക്കിളിൻ്റെ ഏരിയ 22/7 ഇൻറ്റു ഇവിടെ റേഡിയസ് 7 ആണ്. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 × 7, ഒരു 7 ക്യാൻസലായി. 22 × 7 ദാറ്റ് ഈസ് 154. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കിട്ടി 154 കിട്ടി. സ്ക്വയറിൻ്റെ ഏരിയ എനിക്കറിയാം 196 ആണ്. രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന ഷെയ്ഡഡ് ഏരിയയുടെ ആൻസർ. സോ 196 മൈനസ് 154 വിച്ച് ഈസ് ഈക്വൽ ടു 42. അതും നമുക്ക് ഓപ്ഷനകത്ത് നിന്ന് ഈസി ആയിട്ട് കിട്ടും. ഓപ്ഷനകത്ത് നമുക്ക് വീണ്ടും ആൻസർ കിട്ടി. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ഇത് ലോജിക്കലി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. ഭൂരിഭാഗം കുട്ടികൾക്കും അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വരും. ആ ലോജിക്ക് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിരിക്കും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിളാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ആണ് ചോദിച്ചില്ല. ഇത് നമ്മൾ CBSEയിൽ ക്ലാസ് 8ൽ തന്നെ ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. 2 പോയിൻറ്റുകളിൽ ഡിസ്റ്റൻസ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. √(x2 - x1) ² + y1 - y2 ² അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ അറിയാം, ഇവിടെ -5 ഉണ്ട്. നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ -5 എന്ന് പറഞ്ഞൊരു വാല്യൂ
പിന്നെ -1. അപ്പോൾ അതിന് രണ്ട് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 4 ആയിരിക്കും വരുന്നത്. -5 -1 4 വരും. സോ അവിടെ സ്ക്വയർ 16 വന്നു. അടുത്തത് 7 - 4 7 - 3 4 ആണ്. വീണ്ടും നിങ്ങൾക്ക് ഒരു 16 കിട്ടും. 16 + 16 32 ആണ്. സോ √32 ആയിരിക്കും ആൻസർ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 8 എന്ന് എഴുതാം, 8 × 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 16 × 2 എന്ന് എഴുതാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എടുക്കാം. ഇവിടെ 16 × 2 ആണ് ഞാൻ എഴുതുന്നതെങ്കിൽ എനിക്കറിയാം ഇവിടെ റൂട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ ആൻസർ എന്തായി? 4√2. എനിക്ക് ആൻസർ വളരെ വ്യക്തമായിട്ടും ഓപ്ഷൻ സി ആണ് എനിക്ക് പറയാൻ സാധിക്കും. ഈസിയായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ലോജിക്കലി നിങ്ങൾക്ക് ഈ പോയിന്റുകൾ പ്ലോട്ട് ചെയ്തിട്ടും ഇവിടെ ആൻസർ പ്രോക്സിമിറ്റിയിൽ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ എടുക്കാവുന്ന രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടിലും ഏകദേശം ഒരേ സമയമായിരിക്കും എടുക്കാൻ പോകുന്നത്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മീൻ മോഡ് അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ഒരു പരീക്ഷ നടന്നു. ആ പരീക്ഷ നടന്നതിൽ മാർക്സ് ഒബ്റ്റെയിൻ ചെയ്തത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 20 മാർക്ക് വാങ്ങിച്ച 6 കുട്ടികളുണ്ട്, 25 മാർക്ക് വാങ്ങിച്ച 20 കുട്ടികളുണ്ട്, 43 വാങ്ങിയ ഒറ്റ കുട്ടിയുള്ളൂ. സോ ഹയസ്റ്റ് കിട്ടിയത് 43 ആണ്. അതൊരു കുട്ടിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 3 times മോഡ് - 2 times മീഡിയൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്താണ് മോഡ്, എന്താണ് മീഡിയൻ? മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹയസ്റ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് മോഡ് എന്ന് പറഞ്ഞാൽ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള കൺസേൺഡ് വാല്യൂ ആയിരിക്കും മോഡ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന ഡാറ്റ എവിടെയാണുള്ളത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതാണ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. 28 ആണ് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഈ 28ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്കാണ് എന്ത്? അവിടുത്തെ മോഡെന്ന് പറഞ്ഞത്. സോ എനിക്ക് കിട്ടി മോഡ് = 29 നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. മോഡെന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ മാക്സിമം ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് മോഡ്. സോ 28 ആണ് മാക്സിമം ഫ്രീക്വൻസി. വന്ന ഫ്രീക്വൻസിയിൽ ഏറ്റവും വലിയ വാല്യൂ 28 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്സ് 29 ആണ്. സോ മോഡ് ഈസ് 29. ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്പർ കൗണ്ട് ചെയ്യണം. അത് ഈവനും ഓഡ് മാറുന്നതനുസരിച്ച് മീഡിയനും മാറും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യം 6 എഴുതും, +20 26 വന്നു, +24 50 വന്നു, +28 78 വന്നു, +15 93 വന്നു, ദെൻ 97 99 100. സോ ആകെ അവിടെ ഉള്ളത് 100 ആണ്. 100 ഈവൻ ആയതുകൊണ്ട് 100/2 50th എലമെൻറ്റും 51st എലമെൻറ്റിൻ്റെയും കൂടെ ആവറേജ് വാല്യൂ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്ന മീഡിയൻ എന്ന് പറഞ്ഞാൽ. സോ 50 വരെ നോക്കിക്കേ, ഇവിടെ 6 26 24. അപ്പോൾ ഈ ഒരു പോർഷൻ എത്തിയപ്പോൾ തന്നെ ഇയാളാണ് ഇവിടെ ഈ സെക്ഷനിലെ ലാസ്റ്റ് എൻട്രി ആണ് 50th ഐറ്റം. അതെനിക്ക് കിട്ടി. സോ 50th ഐറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 50th ഐറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തന്നിട്ടുള്ളത് 28 ആണ്. അതേപോലെ അടുത്തതാണ് ഇനി 51st എൻട്രി. 51st എൻട്രിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരെ 28 ആയി, ഇവിടെ വരെ 50 വന്നു. അപ്പോൾ ഇനി വരുന്നത് 51 തൊട്ട് 78 വരെയുള്ള വാല്യൂ ആണ് ഈ ഒരു സ്ലോട്ടിലുള്ളത്. ഇവിടെ വരെ 50 ആയി, 50 വന്നു. ഇനി 51 തൊട്ട് 78 ആണ് ഈ ഒരു ഗ്യാപ്പിൽ വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അത് 29 ആണ്. സോ 51st എൻട്രിയുടെയും വാല്യൂ 29 ആണ്. ഈ പറയുന്ന രണ്ട് നമ്പറിൻ്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയൻ കിട്ടും. സോ മീഡിയൻ എന്ന് പറഞ്ഞാൽ 28 + 29/2. മീഡിയൻ = 28 + 29/2 which is equal to 28.5. സോ എനിക്ക് മീഡിയനും കിട്ടി, മോഡും കിട്ടി. ഇനി നമുക്ക് വേണ്ട ജസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. 3 times മോഡ് = 3 × 29 -2 times മീഡിയൻ എന്ന് പറഞ്ഞാൽ 2 × 28.5. 3 times 29 is nothing but എത്ര വരും? 87 വന്നു. -2 times 28.5 57. 87 - 30, the answer is 30 itself.
ഓപ്ഷൻ സി നമുക്ക് കിട്ടി. 87 - 57 യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 30. സോ ദ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി 30. സോ 6 വരെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കി അറിയാം. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ഒന്നും നിങ്ങൾക്ക് റോക്കറ്റ് സയൻസ് ലോജിക് ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനുകൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ ഇല്ലാണ്ട് തന്നെ പ്രോബ്ലം ചെയ്യാം. ഇവിടെ നമ്മൾ ആകെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ മീൻ മോഡ് ആ ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യനിന് വേണ്ടി മാത്രമാണ് നമ്മൾ അല്പമെങ്കിലും വർക്കൗട്ട് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള 5 ചോദ്യവും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പേന പോലും എടുക്കണ്ടായിരുന്നു. ഈസി ആയിട്ട് നിങ്ങൾക്ക് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഓപ്ഷൻസ് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ 6th ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ അഗെയിൻ വീണ്ടും നമുക്ക് പേന പോലും എടുക്കാണ്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യനാണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ട്, പോസിബിൾ അല്ലാത്ത ഔട്ട്കം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള നോക്കി, ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഒരു കാര്യമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എ സിറ്റുവേഷൻ, ഒരു സിനാരിയോ എന്ന് വെച്ചാൽ സപ്പോസ് വി ത്രോ എ ഡൈസ് വൺസ്, ഒരു ഡൈ ഒരു തവണ മാത്രം നമ്മൾ റോൾ ചെയ്തു. ഒറ്റ ഡൈ മാത്രമേ എടുക്കുന്നുള്ളൂ, അത് ഒരു തവണ മാത്രമേ റോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം. ഈ 6 നമ്പർ അല്ലാണ്ട് വേറെ ഒരു നമ്പറും അതിനകത്ത് വീഴാൻ പോകുന്നില്ല. ഇനി ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് കറക്റ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4 ഈസ് 1/3. ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞാൽ 4 മേളിൽ നമ്പറില്ല, ഗ്രേറ്റർ ദാനേ പറഞ്ഞിട്ടുള്ളൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടില്ല. സോ 4 മേളിലുള്ള 2 നമ്പർ 5ഉം 6ഉം ആണ്. സോ 5 ഒരു ഡൈ ഒരു തവണ റോൾ ചെയ്താൽ അവിടെ 5ഉം 6ഉം വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ആകെയുള്ള പോസിബിലിറ്റി 6 ആണ്. 5ഉം 6ഉം ലൈക്ലി വരുന്ന ഈ കേസസ് 2 എണ്ണേ ഉള്ളൂ. സോ 2/6 ദാറ്റ് ഈസ് 1/3, വിച്ച് മീൻസ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ആദ്യത്തെ കറക്റ്റ്. നിങ്ങൾക്ക് പേന പോലും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 4 മേളിൽ 5ഉം 6ഉം മാത്രമേ ഉള്ളൂ. സോ 2 പ്രോബബിൾ ആയിട്ടുള്ള കേസ്, ഫീസിബിൾ ആയിട്ടുള്ള നമുക്ക് 2 എണ്ണേ ഉള്ളൂ. സോ 2/6 ആൻസർ 1/3 കറക്റ്റ്. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. 4 4 കൂടുതലോ കിട്ടാനുള്ള വാല്യൂ 1/3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നെ അറിയാം നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കോൺട്രഡിക്ടറിയാണ്. ഇത് മാത്രമേ കറക്റ്റ് ആവുള്ളൂ എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. 4 4 കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായി? 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം. സോ ഫീസിബിൾ ആയിട്ടുള്ള ഔട്ട്കം 3 എണ്ണം ഉണ്ട്, ആകെയുള്ള ഔട്ട്കം 6. സോ 3/6 ആണ് വരേണ്ടത്, വിച്ച് ഈസ് എക്സാക്ട്ലി 50%. ഇവിടെ തന്നിട്ടുള്ളത് 33.33 1/3 ആണ് തന്നിട്ടുള്ളത്. സോ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് എനിക്ക് അവിടെ കിട്ടി. ബി തെറ്റാന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഞാൻ ഓപ്ഷനിലേക്ക് നോക്കിക്കേ, ബി വന്നതെല്ലാം അവിടെ എന്തായിരിക്കും? തെറ്റായിരിക്കും. ഇപ്പോൾ ഒരിക്കലും എൻ്റെ ആൻസർ എ വരില്ല, ഒരിക്കലും എൻ്റെ ആൻസർ ബി വരില്ല, കാരണം അതിനകത്തെല്ലാം ബി തന്നിട്ടുണ്ട്. സോ ഇവിടെയും തെറ്റ. ഇനി നമുക്കറിയാവുന്ന കാര്യം എയും സിയും ഉണ്ട്, അത് എയും ഡിയും ഉണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സിയുടെയും ഡിയുടെയും കൂടെ ചെക്ക് ചെയ്താൽ ആൻസറായി. ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഈസ് 1/2. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അവിടെ ഫീസിബിൾ ആയിട്ടുള്ള ഔട്ട്കം 1 2 3 ആണ്. സോ എക്സാക്ട്ലി 3/6 1/2 വരും. സോ സി കറക്റ്റ് ആണെന്നുള്ള കാര്യം കിട്ടി. അടുത്തത്, the probability of getting a number less than or equal to 6 is 1. 6 6 താഴെ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ എപ്പോഴും ഫീസിബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്താ? 1 2 3 4 5 6 6ഉം വരാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് കൊടുത്താൽ ആകെ 6 കേസേ ഉള്ളൂ. സോ നിങ്ങൾ എപ്പോഴൊക്കെ ഡ്രോപ്പ് ചെയ്താലും ഏതൊക്കെ ഫേസിൽ, എല്ലാ ഫേസിലും എപ്പോഴും വരാൻ പോകുന്ന നമ്പർ ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. സോ 100% പ്രോബബിലിറ്റി ഇവിടെ ഉണ്ട്. സോ അവിടെ എനിക്ക് മനസ്സിലായി ബി മാത്രമേ തെറ്റുള്ളൂ, എയും സിയും ഡിയും ശരിയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഗോസ് ഫോർ ഓപ്ഷൻ സി, ACD ഈസ് റൈറ്റ്. ഇതായിരിക്കണം നമ്മളുടെ ആൻസർ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പോഴും പേന നമ്മൾ എടുത്തിട്ടില്ല, ജസ്റ്റ് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ സാധിക്കും. 8th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ പെർമ്യൂട്ടേഷൻ ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, പക്ഷേ ഡയറക്റ്റ് ഇക്വേഷനാണ്. 8p3 - 10c3, 8p5, np4, nc2 ഇതൊക്കെ മാപ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും ഇപ്പോൾ ഇതേപോലെ മാപ്പിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് എന്നുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ എന്താ, എപ്പോഴും നമ്മൾ ഓപ്ഷനിലൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആൻസർ എപ്പോഴും കിട്ടും. നിങ്ങൾ ആ എ ഓപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ നോക്കിക്കേ. എ ഓപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, വിച്ച് മീൻസ് 4 ഓപ്ഷനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് അവിടെ മാപ്പിംഗ് നടന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എയുടെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ തന്നെ നമുക്ക് കിട്ടി. എല്ലാം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 8p3 - 10c3 കണ്ടുപിടിച്ചാൽ ആൻസറായി. ഇനി എന്താണ് 8p3? NP3 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ. വീണ്ടും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 നമ്പർ പുറകോട്ട് പോയി കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറായി. ഇവിടുന്ന് n ഉണ്ട്, ഇൻറ്റു n - 1 ഇൻറ്റു n - 2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. സോ 8p3 എന്ന് പറഞ്ഞാൽ
8p3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 8 × 7 × 6 അതായിരിക്കും 8p3യുടെ വാല്യൂ. സോ ഇവിടെ അറിയാം നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 8 × 7 56 ആണ്. 56 × 6 ദാറ്റ് ഈസ് 300 + 36 336 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. 336 ആണ് 8p6. അതിനകത്ത് നിങ്ങൾ 10c3 ആണ് കുറയ്ക്കാൻ പോകുന്നത്. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ണ് വേണം. 10c3 എന്ന് പറഞ്ഞാൽ ഓൾറെഡി എനിക്കറിയാം 376നേക്കാൾ 36നേക്കാളും ചെറുതായിരിക്കും. സോ ഇനി വരാനുള്ള പോസിബിലിറ്റി എക്ക് ഒരിക്കലും 4 വരത്തില്ല, കാരണം അത് 336നേക്കാളും വലിയൊരു വാല്യൂ. ഇനി നിങ്ങൾക്ക് 216 വരണോ, 21 വരണോ, 6 വരണോ, അവിടെ നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കറക്റ്റായിട്ട് ഓപ്ഷൻ 3 തന്നെ അവിടെ വരും. ഇനി നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. ഇനി 10c3 എന്ന് പറഞ്ഞാൽ എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ, അതാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് 10 × 9 × 8 ബൈ 1 × 2 × 3 ആയിരിക്കും നമുക്ക് വരുന്ന 10c3യുടെ വാല്യൂ. സോ 10 × 9 90 ആണ്, 90 × 8 720 ആണ്. സോ 720 ഡിവൈഡഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 120. സോ ഇതിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. ഇത് 336 മൈനസ് 120 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 216. അതെനിക്കറിയാം, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് 216 ആണ് കിട്ടുന്നത്. സോ എക്ക് കറസ്പോണ്ടിങ് മാപ്പ് ആയത് ഓപ്ഷൻ 3 ആണ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മാപ്പ് ആയിട്ടുള്ളത്. സോ ബാക്കി ഒന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്ക് 3 ആയിട്ട് മാപ്പിംഗ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ എനിക്ക് ഡയറക്റ്റായിട്ട് സി ടിക്ക് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. കാരണം എക്ക് 4 ഓപ്ഷനിലും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. എനിക്ക് ഒരെണ്ണം മാത്രം ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വീണ്ടും ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഡയറക്റ്റായിട്ട് 8p5 എന്ന് പറഞ്ഞാൽ 8 × 7 × 6 × 5 × 4 × 3 അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8p5യുടെ വാല്യൂ കിട്ടും. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് നമുക്കറിയാം. 8 × 7 × 6 എന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ വാല്യൂ തരണം 8p5ക്ക് വരണം. സോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 672 വരണം. സോ ഏറ്റവും ബെസ്റ്റ് ഇവിടെ നോക്കിയേ, ബിക്ക് 4 ഡിസ്റ്റിങ്ക്റ്റ് ഓപ്ഷൻ ആയിരുന്നു. സോ ബെറ്റർ വാസ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫോർ 8p5. കാരണം നമ്മൾ ഒന്ന് മാത്രം ചെയ്താൽ മതിയായിരുന്നു. അവിടെ ഏറ്റവും വലിയ വാല്യൂ വരുമെന്നും എനിക്കറിയാം. സോ ബിക്ക് എപ്പോഴും 4 ആയിരിക്കും മാപ്പിംഗ് വരേണ്ടതെന്നറിയാം. അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് എക്സാം സ്റ്റോപ്പ് ചെയ്യാം. സോ എക്സാം അല്ല, ഈ ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ജസ്റ്റ് സിംപ്ലി ലോജിക്കലി ഓപ്ഷൻ സി നമുക്ക് ടിക്ക് ചെയ്ത് വിടാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ 8p5 ഒറ്റ മാത്തമാറ്റിക്കൽ പ്രോബ്ലം മാത്രം ചെയ്താൽ മതി. 8 × 7 × 6 × 5 × 4 ബൈ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അത് 4 കൂടെ 5 ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 6 അല്ല വരാൻ പോകുന്നത്, 21 അല്ല വരാൻ പോകുന്നത്, 216 അല്ല വരാൻ പോകുന്നത്. അതിലും വലിയ വാല്യൂ വരുള്ളൂ. സോ ഡയറക്റ്റായിട്ട് ബിക്ക് 4 മാപ്പ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അവിടെ വെച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടിയേനെ. 9th ക്വസ്റ്റ്യൻ ഏജിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഈ 9th ക്വസ്റ്റ്യനൊക്കെയാണ് നമ്മൾ എപ്പോഴും ഏജിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ലോജിക്കലി എപ്പോഴും സിംപ്ലി സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. സോ 9th ക്വസ്റ്റ്യനും വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ നോർമൽ നമുക്ക് ആ ലോജിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. സോ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതാണ്. ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ ഈസ് 4 years മോർ ദാൻ ഡബിൾ ദ ഏജ് ഓഫ് ഹിസ് സൺ. നിലവിലെ ആ മകൻ്റെ ഏജിൻ്റെ ഇരട്ടിയേക്കാളും 4 കൂടുതലാണ് ഫാദറിൻ്റെ ഏജ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് ആഫ്റ്റർ 10 വർഷം, ആഫ്റ്റർ 10 years ഫാദേഴ്സ് ഏജ് ഇസ് 30 years മോർ ദാൻ സൺസ്. ഇപ്പോഴത്തെ 10 വർഷം ശേഷം ഫാദറിൻ്റെ ഏജ് മകൻ്റെ ഏജിനേക്കാളും 30 കൂടുതലായിരിക്കും എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് നമ്മളുടെ ആൻസറും ഇരിക്കുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള 2 ആൾക്കാർ എത്ര വർഷം കഴിഞ്ഞ് വന്നാലും എത്ര വർഷം മുന്നോട്ട് പോയാലും അവിടെ എപ്പോഴും ഒരു കാര്യം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് നമ്മളുടെ ഏജിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 2 ആൾക്കാർ എല്ലായ്പ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 10 വർഷം മുമ്പാണെങ്കിലും 5 വർഷം ശേഷമാണെങ്കിലും 50 വർഷം ശേഷമാണെങ്കിലും അവർക്കിടയിൽ ഒരു കാര്യം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ 2 പേരുടെയും ഏജിൻ്റെ ഡിഫറൻസ് ആണ്. അതൊരിക്കലും മാറത്തില്ല. ഇപ്പോൾ എനിക്കും എൻ്റെ ബ്രദറിൻ്റെ ഇടയിൽ 10 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴും അത് 10 വർഷമായിട്ട് തന്നെ നിൽക്കും. കാരണം 2 പേർക്കും ഓരോ വയസ്സ് വീതം കൂടി
ഒരു വർഷം പുറകോട്ട് പോയാലും അപ്പോഴും 2 പേർക്കും ഓരോ വീതം കുറഞ്ഞു. സോ ആ ഗ്യാപ്പ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ നമ്മളുടെ എടുത്ത് പറയുന്നുണ്ട് ആഫ്റ്റർ 10 ഇയേഴ്സ് അങ്ങനെ വന്നാൽ കൂടി 10 വർഷത്തിന് ശേഷവും അവരുടെ ഏജ് ഗ്യാപ്പ് 30 ആണെന്ന് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എപ്പോഴൊക്കെ നോക്കിയാലും 2 പേരുടെയും ഏജിൽ 30 വീതം വ്യത്യാസം ഉണ്ടായിരിക്കണം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും എപ്പോഴും അവർക്കിടയിൽ 30 വീതം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. സോ 30-നേക്കാളും താഴെയുള്ളൊരു വാല്യൂ ഒരിക്കലും ആൻസർ ആകത്തില്ല. സോ ഓപ്ഷൻ എ ആൻസർ വരില്ല, ഓപ്ഷൻ ബി ആൻസർ വരില്ല. ഇനി നിങ്ങൾക്ക് സിയിലും ഡിയിലും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്യേണ്ട, 2 ഇക്വേഷൻ യൂസ് ചെയ്തു, 2 ഇക്വേഷന് 2 വേരിയബിൾ, അങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമയം പോകും. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 72, ഇപ്പം നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 72 സെക്കൻഡ് ഉണ്ട്. മാത്തമാറ്റിക്കലി ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് അത്യാവശ്യം കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ 72 സെക്കൻഡൊന്നും വേണ്ട. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും നിങ്ങൾക്ക് ടൈം അവിടെ സേവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 30 താഴെ ഒരിക്കലും ഒരു ആൻസറും വരില്ല. സോ എ വരില്ല, ബി വരില്ല. ഇനി സി അല്ലെങ്കിൽ ഡി ആണ് വരാൻ സാധ്യതയുള്ളത്. ഇനി നമ്മൾ സിയിൽ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമ്മൾ പറയുന്നത് എന്താ? പ്രസൻറ്റ് ഏജ് ഓഫ് ദ ഫാദർ ഈസ് 4 times more than double that of his son. അതിൻ്റെ അർത്ഥം 56 എന്ന് പറഞ്ഞാൽ 4 + സണ്ണിൻ്റെ ഡബിളാണ്. അപ്പോൾ സണ്ണിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എന്തായി? 56-നകത്ത് നിങ്ങൾ 4 കുറച്ചാൽ മതി, 52. അപ്പോൾ സണ്ണിൻ്റെ ഡബിൾ എന്തായി? 26. ഇപ്പോൾ ഫസ്റ്റ് സെറ്റിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചു 26 സണ്ണിൻ്റെ ഏജ്. ഇപ്പോൾ 26 - 56 അവരുടെ ഗ്യാപ്പ് 30 തന്നെയാണ്. ഇനി 10 വർഷം കഴിയുമ്പോഴേക്കും 66 36 ആയിട്ട് മാറും. എഗെയിൻ ദ ഗ്യാപ്പ് സ്റ്റേസ് 30. സോ ദ ആൻസർ മസ്റ്റ് ബി ഓപ്ഷൻ സി 56. ഞാനത് നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി കാണിച്ചു തരാം. നമ്മളോട് പറഞ്ഞിട്ടുള്ള 56 ഫാദറിൻ്റെ ഏജ്. സോ 56 ഈസ് ഈക്വൽ ടു 4 + 2 times the age of son. സോ 2s എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായി? 52 ആയി. സോ എസ് എന്തായി? 26 ആയി. 52/2 ദാറ്റ് ഈസ് 26. സോ സണ്ണിൻ്റെ ഏജ് 26 കിട്ടി, ഫാദറിൻ്റെ ഏജ് 56 ആണ്. ഇനി 10 വർഷം കഴിയുമ്പം ഇത് 36 ആകും, ഇത് 66 ആകും. അപ്പോഴും അവരുടെ ഇടയിലുള്ള ഗ്യാപ്പ് 30 തന്നെയാണ്. നേരത്തെയും അവരുടെ ഇടയിലുള്ള ഗ്യാപ്പ് 30 തന്നെയാണ്. സോ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് നല്ലപോലെ ഗ്രാഹ്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം എളുപ്പത്തിൽ ചെയ്യാം. സോ എഗെയിൻ നമ്മൾ ലോജിക്കലി വളരെ പെട്ടെന്ന് പേന എടുക്കാണ്ട് തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാമായിരുന്നു. ഓപ്ഷൻ സി ആണ് അവിടെ വരേണ്ട ആൻസർ, 56 വരും. സോ 10th ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും ട്രിഗ്നോമെട്രി, നമ്മൾ ക്ലാസ് 10th പഠിച്ച ട്രിഗ്നോമെട്രിയുടെ ആംഗിൾ ഓഫ് എലിവേഷൻ്റെ പ്രോബ്ലത്തിനകത്ത് വരും. ആ ഒരു ഭാഗത്തിനകത്ത് വരുന്നൊരു പ്രോബ്ലമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വായിച്ചധികം കൺഫ്യൂഷനും ആവേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ലോജിക്ക് ഈ പ്രോബ്ലത്തിലേ ഉള്ളൂ. ചോദ്യം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ആംഗിൾസ് ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ ഫ്രം 2 distinct points at distance 5 meter and 20 meters the same straight line from the base of the tower are കോംപ്ലിമെൻ്ററി. തന്നിട്ടുള്ള എന്താ? കോംപ്ലിമെൻ്ററി എന്നാണ് തന്നിട്ടുള്ളത്. കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്താ? നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന 2 ആംഗിളുടെ സമ്മ് 90 ആണെങ്കിൽ അവർ കോംപ്ലിമെൻ്ററി ആയിരിക്കും. ഇനി നിങ്ങൾ ഫിഗറൊക്കെ വരച്ചാണ്, നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വരച്ചാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. ലോജിക്കലി വീണ്ടും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നേ ഉള്ളൂ. കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം സമ്മ് കിട്ടാൻ പോകുന്ന 90 ആണ്. സോ ഒരെണ്ണം തീറ്റയാണെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കണം? 90 - തീറ്റ ആയാലേ ശരിയാകുള്ളൂ, എന്നാലേ അവർ കോംപ്ലിമെൻ്ററി ആകുള്ളൂ. ഇനി ഫിഗർ ഇങ്ങനെയാണ്. ഇതാണ് ടവറിനകത്ത് നിന്ന് 5 മീറ്റർ മാറിയപ്പോൾ കിട്ടിയ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇനി 20 മീറ്റർ മാറിയപ്പോഴേക്കും ഈ ഡിസ്റ്റൻസ് 20 ആയപ്പോഴേക്കും അവിടെ കിട്ടിയ വാല്യൂ, അവിടെ കിട്ടിയ തീറ്റ അത് കോംപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഐ നോ ദിസ് ഈസ് 90 - തീറ്റയാണെന്ന് എനിക്കറിയാം. കാരണം രണ്ടും കോംപ്ലിമെൻ്ററി ആണ്. ആഡ് ചെയ്യുമ്പോൾ 90 വരണം. സോ ഒരെണ്ണം 90 ആണെങ്കിൽ മറ്റത് 90. സോ ഒരെണ്ണം തീറ്റയാണെങ്കിൽ മറ്റത് 90 - 0 ആയേ മതിയാകും. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് 5 ആണ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് 20 ആണ്. സോ ഇങ്ങനെയൊക്കെ ഫിഗർ വരയ്ക്കാണ്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ ഇങ്ങനത്തെ ട്രിഗ്നോമെട്രി നമ്മൾ എപ്പോഴും എടുക്കുന്ന ഹൈറ്റിനെ വെച്ചിട്ടുള്ള പ്രോബ്ലത്തിനകത്തെല്ലാം നമ്മൾ എടുക്കുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്താണ്? ടാൻജൻറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ടാൻ വാല്യൂ എടുക്കുന്നു. സോ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഹൈറ്റ് h ആണ്. സോ ആദ്യത്തെ കേസിൽ ടാൻ തീറ്റ എന്തായി? h/5 വന്നു, പെർപെൻഡിക്കുലർ ബൈ ബേസ്. ഫസ്റ്റ് കേസിൽ ടാൻ തീറ്റ
h/5 ആണ്. സെക്കൻഡ് കേസിൽ tan ഓഫ് 90 - θ ആണ് എടുക്കാൻ പോകുന്നത്. tan 90 - θ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് h/20 ആണ് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കറിയാം tan 90 - θ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ cot θ ആണ്. സോ കോംപ്ലിമെൻ്ററി ആകുമ്പോൾ മാത്രം സംഭവിക്കുന്ന കേസായത്. സോ tan 90 - θ cot θ ആണ്. സോ cot θയുടെ വാല്യൂ ആണ് h/20 ഇവിടെ തന്നിട്ടുള്ളത്. എഗെയിൻ വീണ്ടും നമുക്ക് ഈ പ്രോബ്ലം സിമ്പിൾ ആകാനുള്ള കാരണം എന്താ, ഒരു റേഷ്യോ ടാനിൽ കിട്ടി, മറ്റേ റേഷ്യോ കോട്ടിലും കിട്ടി. രണ്ടിൽ യൂസ് ചെയ്തേക്കുന്ന ആംഗിൾ തീറ്റയാണ്. വി നോ ദാറ്റ് രണ്ടും റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തേ വരുള്ളൂ, നിങ്ങൾക്ക് 1 കിട്ടുകയുള്ളൂ. റെസിപ്രോക്കൽ ആയതുകൊണ്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് 1 ആയിരിക്കും വരാൻ പോകുന്നത്. സോ h/5 ഇൻറ്റു h/20യുടെ വാല്യൂ എന്തായിരിക്കും, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1. അത് 1 ആണ്. സോ h²/100ൻ്റെ വാല്യൂ 1 കിട്ടി, h² 100 ആയി, hൻ്റെ വാല്യൂ 10 കിട്ടും. സോ ഓപ്ഷൻ എന്താണ്, എ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പേന എടുക്കാണ്ട് ചെയ്യാം. കാരണം അവിടെ കീവേഡ് തന്നിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞ വേർഡ് തന്നിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോയുടെ പ്രൊഡക്റ്റിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറായി. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഈ വരുന്ന ഡിസ്റ്റൻസുകൾ നോക്കിയാൽ മതി. S1 അത് ഷോർട്ട് കട്ടായിട്ട് വേണം നിങ്ങൾക്ക് എടുക്കാം. റൂട്ട് ഓഫ് S1 S2 ആയിരിക്കും ആൻസർ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവൈഡഡ് ബേസിൽ നിന്നാണ് ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ, ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ബേസിൽ നിന്ന് വരികയല്ല, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് 15 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇരിക്കുന്നത്. ആ കേസിലാണെങ്കിൽ നിങ്ങൾ 5ഉം 15 + 5 ആണ് രണ്ടാമത്തെ ബേസ്. ആ രീതി ആലോചിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്താൽ റൂട്ട് ഓഫ് S1 S2 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിന് ഷോർട്ട് കട്ടാണ്. അത്രയേ ഉള്ളൂ. കാരണം ആംഗിൾ കോംപ്ലിമെൻ്ററി ആണ്. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കേസിൽ നിങ്ങൾ tan θ എടുക്കും, സെക്കൻഡ് കേസിൽ ആംഗിൾ 90 - θ ആണ്. അതറിയാം. tan 90 - θ എന്ന് പറഞ്ഞാൽ cot θ ആയി. രണ്ടും റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആണ്. സോ ഇഫ് യു മൾട്ടിപ്ലൈ ദം യു ഷുഡ് ഗെറ്റ് 1. സോ h/5 ഇൻറ്റു h/20 ഈക്വൽ ടു 1 ആണ്. h²/20 h²/100 is equal to 1 കിട്ടും. h² equal to 100 വരും. h is equal to 10 വരും. അപ്പോൾ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് കേസിലെയും ഡിസ്റ്റൻസ്, ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. റൂട്ട് ഓഫ് S1 S2 അതായിരിക്കും നിങ്ങളുടെ ആൻസർ. കോംപ്ലിമെൻ്ററി ആണ് ആംഗിൾ എങ്കിൽ അത്ര മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് ബേസുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ പ്രോഡക്റ്റിനെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ ദിസ് ക്വസ്റ്റ്യൻസ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഇറ്റ് സെൽഫ്, 10 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 11th ക്വസ്റ്റ്യനിലും എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓപ്ഷനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഹയസ്റ്റ് ഡിഫറൻസ് വരുന്ന ഓപ്ഷൻസിൽ, കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്ന ഓപ്ഷനിൽ വേണം ഫോക്കസ് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു സിലിണ്ടറിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ദ ബേസ് ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ ഇസ് ഗിവൺ ആസ് 21. ഡയമീറ്റർ 21 ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി ആയിരിക്കണം റേഡിയസ്. അപ്പോൾ 21/2 10.5 അതാണ് ആദ്യത്തെ എയിൽ തന്നിട്ടുള്ളത്. സോ എ തീർച്ചയായിട്ടും ഓപ്ഷനിൽ ഉണ്ടായിരിക്കണം. വിച്ച് മീൻസ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അതിൽ എ ഇല്ല. സോ ദിസ് ഈസ് റോങ്. സി തെറ്റാണെന്നുള്ള കാര്യം എനിക്ക് കിട്ടി. ഇനി എനിക്ക് വേണ്ടത് എന്താ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഇവർ നമ്മളോട് പറയാൻ പോകുന്നത് വോളിയം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വോളിയം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇതൊരു സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ വോളിയം എന്താ, സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഷേപ്പാണ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ സർഫസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലിണ്ടറിൻ്റെ വോളിയം കിട്ടും. അതായത് മേളത്തെ സർഫസും താഴത്തെ സർഫസും ഇരിക്കുന്നത് സർക്കിൾ ഷേപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ πr² ആണ്. ഇൻറ്റു h, πr² h ആയിരിക്കും ആ സിലിണ്ടറിൻ്റെ വോളിയം. ഇതും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മൾ ബേസിക്കായിട്ട് എലമെൻ്ററി സ്കൂളിൽ തന്നെ പഠിക്കുന്നതാണ്. സോ πr² h ആണ് വോളിയം. പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ദാറ്റ് ഈസ് 10.5 ആണ്. നിങ്ങൾ 10.5 വെച്ച് എഴുതാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഫ്രാക്ഷനായിട്ട് എഴുതുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 7നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ, 7ൻ്റെ 1.5 ഇരട്ടിയാണ് 10.5, ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് ഏറ്റവും നല്ലത് ഫ്രാക്ഷനായിട്ട് തന്നെ എഴുതുന്ന. റേഡിയസ് എന്ന് പറഞ്ഞാൽ 21/2 ആണ്. ഇപ്പോൾ പൈ ഇൻറ്റു 6 ആയിട്ടുള്ളൂ. πr² കിട്ടാനായിട്ട് വീണ്ടും 21/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നോക്കി ആ പ്രോബ്ലത്തിലെ നമ്പർ തന്നെ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. ഇൻറ്റു 28 ചെയ്യാൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 28 ആണ്. πr² h ആണ് വോളിയം. സോ പൈ ഇൻറ്റു r ഇൻറ്റു h. നിങ്ങൾ നോക്കിയാൽ അറിയാം ഡിനോമിനേറ്ററിൽ 7 × 4 കിടപ്പുണ്ട്. ദാറ്റ് ഈസ് 28 ഇറ്റ് സെൽഫ്.
28 ഇൻറ്റു 28, ആ 28 ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും ക്യാൻസലായി പോകും. ഇവിടെ എനിക്ക് കിട്ടി. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 22 ഇൻറ്റു 21 ഇൻറ്റു 21. ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്ററി മെത്തേഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇനി ഇതിരുന്ന് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. 22 ഇൻറ്റു 21 കണ്ടുപിടിക്കുന്നു, ഇൻറ്റു 21 വീണ്ടും ചെയ്യുന്നു, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് യൂണിറ്ററി മെത്തേഡ് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. യൂണിറ്ററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിൻ്റെ ഡിവിഷൻ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷനായിട്ട്, അഡീഷനോ സബ്സ്ട്രാക്ഷനോ വാട്ട് എവർ ബി ഇറ്റ്, എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഫോക്കസ് ചെയ്താൽ മതി. ഇവിടെ തന്നിട്ടുള്ള വോളിയം 12,936 ആണ്. അതിൻ്റെ യൂണിറ്റ് പ്ലേസ് ബീയിങ് 6, അവിടെ 6 തന്നിട്ടുള്ളത്. ഈ മൂന്ന് നമ്പർ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താലും ഒരു കാരണവശാലും നിങ്ങൾക്ക് യൂണിറ്റ് പ്ലേസിൽ 6 വരാൻ പോകുന്നില്ല. അത് വരാൻ പോകുന്ന നമ്പർ 2 ആണ്. കാരണം ഇവിടെ 2 ഉണ്ട്. 2 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 2. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 2 വരുവുള്ളൂ. ഒരു കാരണവശാലും അപ്പോൾ വോളിയം തന്നിട്ടുള്ള വാല്യൂ ശരിയല്ല. വിച്ച് മീൻസ് ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ബി തെറ്റാണെങ്കിൽ ഇത് തെറ്റി, ഇതും തെറ്റി. ഇനി ആകെ പോസിബിൾ ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി മാത്രമാണ്. വേറെ ഒന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. കേർഡ് സർഫസ് ഏരിയ എനിക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ടോട്ടൽ സർഫസ് ഏരിയ എനിക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ് ആയിക്കോളും. കാരണം ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബി തെറ്റാന്നുള്ള കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു യൂണിറ്ററി മെത്തേഡ് വെച്ചിട്ട്. സോ ബി വരുന്ന ആൻസേഴ്സ് ഒന്നും വർക്കൗട്ട് ആവില്ല. സോ ഓപ്ഷൻ എ വരാവില്ല, ഓപ്ഷൻ എ ഡിയും വരില്ല. സി ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു, കാരണം റേഡിയസിൻ്റെ വാല്യൂ അവിടെ ഓൾറെഡി തന്നിട്ടില്ല. സോ ഇനി ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ബി ആയിരിക്കും നമ്മളുടെ ആൻസർ. എല്ലാം നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ ആൻസർ കിട്ടും. ഇനി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് കേർഡ് സർഫസ് ഏരിയ? കേർഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിനെ ഒന്ന് ഞാൻ നിവർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഏരിയ ആണ് കേർഡ് സർഫസ് ഏരിയ. അപ്പോൾ എന്തായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ, ഇതിനെ നിങ്ങൾ ഈ ഒരു സർക്കിളിനെ നിങ്ങൾ നിവർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ആണ്. സോ 2 ഇൻറ്റു പൈ ഇൻറ്റു r ഇൻറ്റു h ചെയ്ത് കഴിഞ്ഞാൽ 2πrh ഇതിനെ നിവർത്തി കഴിഞ്ഞാൽ ഒരു വലിയ റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടും. ആ റെക്റ്റാങ്കിളിൻ്റെ ഈ വാല്യൂ 2πr ആയിരിക്കും, ഈ വാല്യൂ h ആയിരിക്കും. സോ 2πrh എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ കേർവ്ഡ് സർഫസ് ഏരിയ കിട്ടി. ഇനി ടോട്ടൽ സർഫസ് ഏരിയ ആണ് വേണ്ടതെങ്കിൽ ഈ പറയുന്ന കേർവ്ഡ് സർഫസ് ഏരിയ CSA പ്ലസ് മേലത്തെ സർഫസ് പ്ലസ് താഴത്തെ സർഫസ്, രണ്ടും സർക്കിളാണ്, പ്ലസ് πr² ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ലോജിക്കലി ഓപ്ഷൻസിനെ ഇവിടെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ആൻസർ ബി ആണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടി. ഇനി 12th ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയാലും യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ നിന്ന് സെക്ഷനിൽ നിങ്ങൾക്കൊരു ചോദ്യം കിട്ടിയിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ആൻഡ് ടൈം ആൻഡ് വർക്ക് ഈസ് എഗെയിൻ വെരി വെരി സിമ്പിൾ പ്രോബ്ലം പ്രൊവൈഡഡ് യു നോ ദ ഷോർട്ട് കട്ട്. ചോക്ലേറ്റ് മെത്തേഡ്, അതിൻ്റെ യൂണിവേഴ്സൽ മെത്തേഡിൻ്റെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പ്രോബ്ലം വളരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? P and Q can complete a job in 24 days and P alone can complete it in 32 days. ഇവിടെ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 പേരാണ് ആദ്യം ഒരുമിച്ച് ജോലി ചെയ്യുന്നത്. പിയും ക്യൂവും കൂടെ ആണെങ്കിൽ 24 ദിവസം എടുക്കും. P and Q ആണെങ്കിൽ 24 ആണ്. ഇനി പി എലോൺ ആണെങ്കിൽ 32 ആണ് എടുക്കുന്നത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ. അപ്പോൾ ഒരു കംപ്ലീറ്റ് വർക്ക് ചെയ്തെടുക്കാനുള്ള നമ്പറുകളുണ്ട്. അതിൻ്റെ LCM നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആൻസറായി. ഷോർട്ട് കട്ട് അതാണ്. ഈ പറയുന്ന കംപ്ലീറ്റ്ലി ചെയ്യാനുള്ള ഡേയ്സിൻ്റെ നിങ്ങൾ LCM എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ടോട്ടൽ വർക്കായിട്ട് എടുക്കും. അതായത് ഇവിടെ ഒന്നും എന്താണ് ജോലി എന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളുടെ എളുപ്പത്തിന്, നമ്മളുടെ കൺവീനിയൻസിന്, നമ്മളുടെ ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ട് ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന മത്സരമാക്കിയിട്ട് നമ്മൾ മാറ്റും. ഇത്ര നമ്പർ ഓഫ് ചോക്ലേറ്റ് കഴിച്ച് തീർക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ദാറ്റ് ഈസ് എ വർക്ക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ചെയ്യുക. ദാറ്റ് ഈസ് അവർ ഷോർട്ട് കട്ട്. അതിൻ്റെ പേരാണ് ചോക്ലേറ്റ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുന്നു. 24ൻ്റെയും 32ൻ്റെ LCM എവറിബഡി നോസ് ഇറ്റ് ഈസ് 96 ആണ് ഇവരുടെ LCM. അതിൻ്റെ അർത്ഥം ഈ ഒരു ചോദ്യത്തിൽ വർക്ക് എന്ന് പറഞ്ഞാൽ 96 ചോക്ലേറ്റ് കഴിച്ചു തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വർക്ക്. ഇനി പിയും ക്യൂവും കൂടെ ഒരുമിച്ച് 96 ചോക്ലേറ്റ് കഴിച്ചു തീർക്കുന്നത് 24 ദിവസം കൊണ്ടാണ്. അതിനർത്ഥം ഒറ്റ ദിവസം, ഇനി സിംഗിൾ ഡേ പിയും ക്യൂവും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 96/24 ചോക്ലേറ്റ്സ് തീരും, വിച്ച് ഈസ് ഈക്വൽ ടു 4.
പിയും ക്യൂവും കൂടെ ഒന്നിച്ചാണെങ്കിൽ 4 ചോക്ലേറ്റ് ഓരോ ദിവസവും തീരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. അതേപോലെ പി ഒറ്റയ്ക്ക് 32 ചോക്ലേറ്റ് ആണ്, 32 ദിവസം കൊണ്ടാണ് 96 ചോക്ലേറ്റ് കഴിക്കുന്നതെങ്കിൽ 96/32 വിച്ച് ഈസ് ഈക്വൽ ടു 3. അതായത് പി ഒറ്റയ്ക്ക് ഒരു ദിവസം 3 ചോക്ലേറ്റ് കഴിക്കും, പിയും ക്യൂവും കൂടെ ഒരുമിച്ച് 4 ചോക്ലേറ്റേ കഴിക്കുന്നുള്ളൂ. അതിനർത്ഥം ക്യൂ ഒറ്റയ്ക്ക് ഒരു ദിവസം 1 ചോക്ലേറ്റ് വീതം മാത്രമേ കഴിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുന്ന ആളാരാ? പി ആണ് കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുന്നത്. നമ്മളിപ്പോൾ LCM മെത്തേഡ് അല്ലെങ്കിൽ ചോക്ലേറ്റ് മെത്തേഡ് വെച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. പി ഒരു ദിവസം 3 ചോക്ലേറ്റ് കഴിക്കുന്നു, ക്യൂ ഒരു ദിവസം ഒറ്റ ചോക്ലേറ്റ് കഴിക്കുന്നു. സോ പിയുടെ വാല്യൂ എനിക്ക് കിട്ടി, പിയുടെ എഫിഷ്യൻസി കിട്ടി, അത് 3 ആണ്. ക്യൂയുടെ എഫിഷ്യൻസി കിട്ടി, അത് 1 ആണ്. ഇനി ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. ദേ വർക്ക്ഡ് ടുഗദർ ഫോർ 8 days. ഒരുമിച്ച് അവർ 8 ദിവസം വർക്ക് ചെയ്തു. ഒരുമിച്ചാണെങ്കിൽ പിയുടെ കോൺട്രിബ്യൂഷൻ 3 ആണ്, ക്യൂയുടെ കോൺട്രിബ്യൂഷൻ 1 ആണ്. ഓരോ ദിവസവും 4 എണ്ണം തീരും. അങ്ങനെ അവർ 8 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 32 ചോക്ലേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവണം. വിച്ച് മീൻസ് 32 ചോക്ലേറ്റ്സ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് അൺടിൽ 8 days. ഇനി നമുക്ക് ആകെ എത്ര ചോക്ലേറ്റ് ബാക്കിയുണ്ട്? ആകെ നമ്മളുടെ കയ്യിൽ ഉള്ളത് 96 ആണ് ചോക്ലേറ്റ് ഉള്ളത്. അതിൽ 32 എണ്ണം പോയിട്ടുണ്ടെങ്കിൽ ഇനി ചോക്ലേറ്റ് 64 എണ്ണം ബാക്കിയുണ്ട്. ഈ 64 ചോക്ലേറ്റ് ഒറ്റയ്ക്ക് ആരാണ് കഴിക്കേണ്ടത്? ദാറ്റ് വർക്ക് മസ്റ്റ് ബി ഡൺ ബൈ ക്യൂ അലോൺ. ബാക്കി ഇനി ആകെ ക്യൂ മാത്രമേ ഉള്ളൂ. ക്യൂ അലോൺ ആണ് ചെയ്യേണ്ടത്. ഓൾറെഡി ക്യൂയുടെ എഫിഷ്യൻസി 1 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ക്യൂക്ക് ഒരു ദിവസം 1 ചോക്ലേറ്റേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. സോ 64 ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അയാൾ 64 ദിവസം എടുത്താൽ മാത്രമേ 64 ചോക്ലേറ്റും കംപ്ലീറ്റ് ആകുള്ളൂ. സോ ദാറ്റ് ഈസ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 12. ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോക്ലേറ്റ് മെത്തേഡ്. ഈ ഒരു സെക്ഷനകത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. സോ ഓക്കെ, ഇനി നമുക്ക് 13th ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം ബോട്ടും സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യനാണ്. സോ വെനെവർ യു ആർ ഗോയിങ് ഫോർ എ ക്വാണ്ടിറ്റേറ്റീവ് മോഡ് എക്സാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിൻ്റെ എക്സാമിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. പിന്നെ ആ നമ്മളൊരു ബോട്ടിൽ വിനിയ മൂവിങ് എലോങ് ദ സ്ട്രീമിനോടൊപ്പം നമ്മൾ ആ ബോട്ട് തുഴയുന്നു, അല്ലെങ്കിൽ സ്ട്രീമിന് എഗൻസ്റ്റ് വിനിയ റോയിങ് എഗൻസ്റ്റ് സ്ട്രീം. അപ്പോൾ ഇങ്ങനത്തെ 2 കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും വരുന്നതാണ്. സോ 13th ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ്. ബട്ട് 13th ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമുകളുണ്ട്, അതേപോലെ 10th ലെവൽ എക്സാംസ് ഉണ്ട്, ഇതിൻ്റെ CHSL CGL എക്സാം, ഇതിനകത്തെല്ലാം വരുന്ന ക്വസ്റ്റിനേക്കാളും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് നമ്മളുടെ CUETയിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്ന ബോട്ട് ആൻഡ് സ്ട്രീംസ് ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് ഇതിൽ വരുന്നത്. കമ്പയർ ടു മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് വെച്ച് നോക്കുമ്പോൾ ജനറൽ ആപ്റ്റ്യൂഡ് ഈ സെക്ഷനിൽ വളരെ എളുപ്പമുള്ളതായിട്ടാണ് ഈ കഴിഞ്ഞ 4 വർഷം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സോ 13ാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് വെച്ചാൽ എ പേഴ്സൺ റോസ് എ ബോട്ട് 10 kilometers, 10 കിലോമീറ്റർ ദൂരം. ഹീസ് റോയിങ് എലോങ് ദ സ്ട്രീമിനോടൊപ്പം 10 ഒഴുക്കിനോടൊപ്പം അയാൾ 10 കിലോമീറ്റർ തുഴഞ്ഞു. അത് തുഴയാൻ അയാൾക്ക് 30 മിനിറ്റ് എടുത്തു. അതേപോലെ ആൻഡ് റിട്ടേൺസ് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് പോയിട്ട് അയാൾ തിരിച്ചു വന്നു. അതിനർത്ഥം ആദ്യത്തെ പകുതി അയാൾ സ്ട്രീമിനോടൊപ്പം പോയി, രണ്ടാമത്തെ പകുതി അയാൾ സ്ട്രീമിന് എഗൻസ്റ്റ് ആയിട്ട് വന്നു. സ്ട്രീമിന് എഗൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ ആ ഒഴുക്കിനെയും കൂടെ മറികടന്ന് വേണം നമ്മൾ ബോട്ട് തുഴഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ ആദ്യം പോയതിനേക്കാളും കുറവ് സ്പീഡിലായിരിക്കും നമ്മൾ രണ്ടാമത് പോകുന്നത്. അതേപോലെ തന്നെ ആദ്യം എടുത്തതിനേക്കാളും കൂടുതൽ സമയം തീർച്ചയായിട്ടും എടുത്തിരിക്കും. കാരണം നമ്മൾ ഒഴുക്കിന് എഗൻസ്റ്റ് ആണ് നമ്മൾ തുഴയുന്നത്. സോ തീർച്ചയായിട്ടും ആദ്യം 30 മിനിറ്റ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ കേസിൽ 40 മിനിറ്റായി. 2 കേസിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്കറിയാം. നമ്മളുടെ ചോദിച്ചിട്ടുള്ള സ്പീഡ് ഓഫ് ദ സ്ട്രീമിൻ്റെ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ വളരെ എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമുക്ക് യു ഡോണ്ട് ഹാവ് ടു ഈവൻ ലിഫ്റ്റ് യുവർ പേന എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ നമ്മളോട് പറയുന്നു 10 കിലോമീറ്റർ പോകാൻ 30 മിനിറ്റ് എടുക്കുന്നു. സോ ഇഫ് ഇറ്റ് ടേക്സ് 30 minutes ടു മൂവ് 10 kilometers, അങ്ങനെയാണെങ്കിൽ ആ സ്പീഡ് എന്തായിരിക്കും? ഇത് 2 കേസാണ്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ എലോങ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ നീന്താൻ നേരത്ത് അല്ലെങ്കിൽ നമ്മളൊരു വസ്തുവിനെ തുഴയാൻ നേരത്ത് നമ്മൾ ഒഴുക്കിനൊപ്പമാണെങ്കിൽ നമ്മൾ റോ ചെയ്യുന്നതിനേക്കാളും അഡീഷണൽ ഫോഴ്സ് നമുക്ക് കൂടെ കിട്ടും. ആ ഒഴുക്കിൻ്റെയും കൂടെ വെലോസിറ്റി നമ്മുടെ ഒപ്പം ഉണ്ടാകും. വെൻ യു ആർ മൂവിങ് എലോങ് ദ സ്ട്രീം. സോ സപ്പോസ് ബോട്ടിൻ്റെ സ്പീഡ്
ബിന്ന് എടുക്കുന്നു, സ്ട്രീമിൻ്റെ സ്പീഡ് എസ് എന്ന് എടുക്കുന്നു. ഈ രണ്ടും കൂടെ കമ്പൈൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ സ്ട്രീമിൽ എലോങ് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ. അത് ട്രാവൽ ചെയ്തത് 10 കിലോമീറ്റർ ആണ്, അതിനെടുത്ത സമയം 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് ഇൻ ദ സെൻസ് അത് ഹാഫ് ആൻ അവർ ആണ്. സോ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റുകയാണെങ്കിൽ എന്തായി, 10 കിലോമീറ്റർ മൂവ് ചെയ്യാൻ 30 മിനിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 60 മിനിറ്റിൽ അയാൾ 20 കിലോമീറ്റർ മൂവ് ചെയ്യും. 30/1/2 ഡിസ്റ്റൻസ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെ. ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ആണ്, ടൈം ഹാഫ് ആൻ അവർ ആണ്. സോ അത് ന്യൂമറേറ്റർ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് 20 കിട്ടും. സോ ആദ്യത്തെ കേസിൽ ബി പ്ലസ് എസിൻ്റെ വാല്യൂ 20 ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സ്ട്രീമിന് എഗൻസ്റ്റ്. അപ്പം നമ്മൾ ആ ഒഴുക്കിനെ മറികടന്ന് വേണം നീന്താൻ അല്ലെങ്കിൽ തുഴയാൻ. സോ അതിൻ്റെ ഒരു മൈനസ് ആണ് നമുക്ക് വരുന്നത്. ഒരു എക്സ്ട്രാ ഫോഴ്സിനെ നമ്മൾ വീണ്ടും ഓവർകം ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനെടുത്ത സമയം കൂടുതലാണ്. ഒബ്വിയസ്ലി തീർച്ചയായിട്ടും അത് കൂടുതലായിരിക്കും. അവിടെ തന്നിട്ടുള്ള സമയം 40 മിനിറ്റ് ആണ്. 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40/60 ആണ്, അല്ലെങ്കിൽ 2/3 ആണ്. സോ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 10 ആണ്. സോ 10/3 ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടി 15 കിലോമീറ്റർ പെർ അവർ എന്നുള്ളൊരു വാല്യൂ നമുക്ക് അവിടെ കിട്ടും. 15 kmph 20 kmph. ആദ്യത്തെ കേസിൽ 20 ആണ്, രണ്ടാമത്തെ കേസിൽ 10 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്ട്രീമിൻ്റെ സ്പീഡ് എന്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. A+B ഉണ്ട്, A-B ഉണ്ട്. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2A കിട്ടും. രണ്ട് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2B കിട്ടും. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. സോ യു വിൽ ഗെറ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടുന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് 2Sൻ്റെ വാല്യൂ കിട്ടും. 2S ഇസ് ഈക്വൽ ടു 20 - 15 വിച്ച് ഈസ് ഈക്വൽ ടു 2.5. സ്ട്രീമിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടി. ഇനി ഇത് വളരെ അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കേസിലും സ്പീഡ് വാല്യൂ കണ്ടുപിടിക്കുക. സ്പീഡിൻ്റെ ഡിഫറൻസ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എഗൻസ്റ്റ് ദ സ്ട്രീമും അലോങ് ദ സ്ട്രീമും തന്നിട്ടുണ്ട്. രണ്ട് കേസിലെയും വെലോസിറ്റി നമുക്കറിയാമെങ്കിൽ രണ്ടിൻ്റെയും ഡിഫറൻസിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീമിൻ്റെ വെലോസിറ്റി കിട്ടും. രണ്ടിൻ്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ വെലോസിറ്റി കിട്ടും. ബോട്ടിൻ്റെ വെലോസിറ്റി ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ രണ്ടിൻ്റെ ആവറേജ് എടുത്താൽ മതി, രണ്ട് സ്പീഡിൻ്റെ ആവറേജ് എടുത്താൽ മതി. സ്ട്രീമിൻ്റെ വെലോസിറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടിൻ്റെയും ഡിഫറൻസിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ 2.5 ആണ്. അതായത് ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നൗ മൂവിങ് ഓൺ. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യം ചെയ്യാം. 14ാമത്തെ ചോദ്യം വളരെ 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 ഇതുവരെ ചോദിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ 37 സ്ക്വയർ? സോ ഈ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ദാറ്റ് ഈസ് 49 ആണെന്നറിയാം. 7 സ്ക്വയർ 49 ആണ്. 7 ക്യൂബ് ആണെങ്കിലോ വീണ്ടും ഒരു 7 വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ 3ൽ അവസാനിക്കും. 7⁴ ചെയ്താലോ 3 × 7 21, 1ൽ അവസാനിക്കും. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ 37 സ്ക്വയർ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് എൻഡ് ചെയ്യേണ്ടത് എപ്പോഴും 9ലാണ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഒന്നും ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി സീക്വൻസ് ആൻഡ് സീരീസ് അല്ലെങ്കിൽ അത്തമെറ്റിക് പ്രോഗ്രഷൻ പോലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒരു വ്യത്യാസത്തിന് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിട്ടുള്ളത് എന്താ? ഇൻ എ ഫ്ലവർ ബെഡ് ദെർ ആർ 23 റോസ് പ്ലാന്റ്സ് ഇൻ ഫസ്റ്റ് റോ. ആദ്യത്തെ നിരയിൽ 23 ഉണ്ട്. രണ്ടാമത്തെ നിരയിൽ ഫസ്റ്റ് റോയിൽ ഇഫ് ദെർ ആർ 23. ഫസ്റ്റ് റോയിൽ 23 ഉണ്ട്, സെക്കൻഡ് റോയിൽ 21 ഉണ്ട്, തേർഡ് റോയിൽ 19 ഉണ്ട്, ഫോർത്ത് റോയിൽ അപ്പോൾ ഇതേപോലെ സോ ആൻഡ് സോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് മീൻസ് ഇവിടെ വരുന്ന ഡിഫറൻസ് നോക്കി എല്ലായിടത്തും 2 ആണ് വ്യത്യാസം വന്നിട്ടുള്ളത്. സോ 23, 21, 19, അടുത്തത് 17 ആയിരിക്കണം, നെക്സ്റ്റ് വൺ 15 ആയിരിക്കണം. അതങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം കണ്ട റോയിൽ 5 ആണുള്ളതെങ്കിൽ 23, 21, 19, 17 ഇങ്ങനെ പോയി ഫൈനലായിട്ട് 5 ആണ് വന്നിട്ടുള്ളതെങ്കിൽ എത്ര റോ എവിടെ ആകെ ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു അർത്ഥമെറ്റിക് പ്രോഗ്രഷനാണ്. അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾ റൈറ്റിന് ലെഫ്റ്റ് എടുത്താൽ കുറച്ചുകൂടെ സിമ്പിൾ ആവും. 5 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 9 കഴിഞ്ഞ് 11 കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ എയുടെ വാല്യൂ എ ഈസ് ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു 2. ഫസ്റ്റ് ടേം 5 ആണ്, സെക്കൻഡ് ടേം 5 + 2 7 ആണ്. കോമൺ ഡിഫറൻസ് അതുകൊണ്ട് തന്നെ 2 ആയി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ടേം 23 ആണ്. 23 ഈസ് ഈക്വൽ ടു a + n - 1 × d. സോ 23 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 5 ആണ്,
പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് n ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. എന്തായിരിക്കും എന്നിൻ്റെ വാല്യൂ? ഏത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. സോ 18 is equal to n minus 1 into 2, n minus 1 is equal to 9, n is equal to 10. 10 കൊടുത്താൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ. 9 into 2 ആണ് 18, 18 plus 5 ആണ് 23. സോ ദ ആൻസർ മസ്റ്റ് ബി 10. ആകെ അവിടെ 10 റോയാണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 16th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 16th ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? ഈ പറയുന്ന ടേമിൽ ഏതാണ് റോങ് ആയിട്ടുള്ള ടേം, അല്ലെങ്കിൽ ഈ പറയുന്ന സീരീസിൽ ഏത് ടേമാണ് ഈ സീരീസിൽ ഫിറ്റ് ആകാത്തുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള H4Q, അതായത് ഇതിനകത്തെല്ലാം നമ്പറിൻ്റെയും ലെറ്ററിൻ്റെയും ഒരു കോമ്പിനേഷനാണ് തന്നിട്ടുള്ളത്. സോ ആദ്യമേ നമ്മൾ ലെറ്ററിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പറിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലെറ്ററിലാണ് ഫോക്കസ് ചെയ്യുമെങ്കിൽ നോക്കുക. H കഴിഞ്ഞ് K, ഫസ്റ്റ് സെറ്റിൽ H ആയിരുന്നു, സ്റ്റാർട്ടിങ് കെയിൽ വന്നു, സ്റ്റാർട്ടിങ് എന്നിൽ വന്നു. വിച്ച് മീൻസ് അവിടെ എത്ര ലെറ്റർ വീതം സ്കിപ്പ് ആവുന്നുണ്ട്? H കഴിഞ്ഞിട്ട് I എടുത്തിട്ടില്ല, J എടുത്തിട്ടില്ല, K അവരെടുത്തു. K കഴിഞ്ഞ് L എടുത്തില്ല, M എടുത്തില്ല, N അവരെടുത്തു. O എടുത്തില്ല, P എടുത്തില്ല, Q അവരെടുത്തു. R എടുത്തില്ല, S എടുത്തില്ല, T അവരെടുത്തു. സോ അവിടെ പാറ്റേൺ കൺസിസ്റ്റൻ്റ് ആണ്. അതേപോലെ ഇനി ലാസ്റ്റ് ലെറ്ററിൽ നോക്കിയാൽ E കഴിഞ്ഞ് F എടുത്തില്ല, G എടുത്തില്ല, H എടുത്തു. H കഴിഞ്ഞിട്ട് I എടുത്തില്ല, J എടുത്തില്ല, K എടുത്തു. K കഴിഞ്ഞിട്ട് J എടുത്തിട്ടില്ല, L എടുത്തിട്ടില്ല, HIJKL അങ്ങനെ നോക്കിക്കേ. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്തായിരുന്നു? അങ്ങനെ തന്നെ നോക്കുമ്പോൾ കിട്ടും. K കഴിഞ്ഞിട്ട് എന്തായിരുന്നു? K കഴിഞ്ഞിട്ട് L എടുത്തില്ല, N എടുത്തു. കറക്റ്റാണ്. സോ ഈ ലെറ്ററിൻ്റെ കേസിൽ എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മൾ നമ്പറിനെ മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 4 കഴിഞ്ഞ് 10, അത് ഞാൻ എഴുതി കാണിച്ചു തരാം. സോ 4 ഉണ്ട്, 4 കഴിഞ്ഞിട്ടാണ് 10, 4 കഴിഞ്ഞിട്ട് 10 തന്നിട്ടുണ്ട്, 10 കഴിഞ്ഞ് 20 തന്നിട്ടുണ്ട്, 20 കഴിഞ്ഞ് 43 തന്നിട്ടുണ്ട്, 43 കഴിഞ്ഞ് 90 തന്നിട്ടുണ്ട്. സോ നമ്മളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. 43 90 വ്യത്യാസം 4 ആണ്. സോ 43 ഇൻറ്റു 2 ചെയ്താൽ 86 വരും, പ്ലസ് 4 ചെയ്താൽ 90 വരുന്നുണ്ട്. ഇനി അത് ഞാൻ ഒന്ന് പുറകോട്ട് എടുത്ത് നോക്കി. 20 ഇൻറ്റു 2 പ്ലസ് 3, അത് 43 ആണ്. സോ ആ ഒരു പാറ്റേൺ എനിക്ക് അവിടെ കിട്ടി. ഈ ഒരു ടേം ഇൻറ്റു 2 പ്ലസ് 4, ഈ ഒരു ടേം ഇൻറ്റു 2 പ്ലസ് 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ടേം ഇൻറ്റു 2 പ്ലസ് 2 ആയിരിക്കണം 20. അപ്പോൾ 10 ഇൻറ്റു 2 20 പ്ലസ് 2 22 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നമ്പർ അവിടെ തെറ്റായിരുന്നു. സോ അവിടെ ആക്ച്വലി വരേണ്ടത് എന്തായിരുന്നു? ഏത് നമ്പർ അവിടെ വന്നാൽ കറക്റ്റായതിന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് ആൻസർ എടുക്കാവുന്നേ ഉള്ളൂ. സോ ദ റോങ് ടേം ഈസ് K10N. 10 വരുന്ന ലെറ്ററാണ് അവിടെ തെറ്റിയിട്ടുണ്ടായിരുന്നത്. അവിടെ ആക്ച്വലി വരേണ്ട ലെറ്റർ എന്തായിരുന്നു? 9 ആയിരുന്നു വരേണ്ടത്. 9 ഇൻറ്റു 2 പ്ലസ് 2 ആണ് 20. 4 ഇൻറ്റു 2 പ്ലസ് 1 ആണ് 9. അപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ച് ആയതിന്. 4, 9, 20, 43, 90 അങ്ങനെ ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം അവർ 10 ആണ് കൊടുത്തിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും K10N ആണ് തെറ്റ്. ആക്ച്വലി ആയിട്ട് അവിടെ വരേണ്ടിയിരുന്നത് K9N ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വീണ്ടും എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഈ തന്നിട്ടുള്ള ഫിഗറിൽ കോമൺ ഫിഗർ നമ്മളുടെ ഏത് ഓപ്ഷനിലാണ് ഇനിയാണ് നമ്മൾ റീസണിങ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ ചെയ്തതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി റീസണിങ് ക്വസ്റ്റ്യൻ ക്വാണ്ടിറ്റേറ്റീവിനെ അപേക്ഷിച്ച് വീണ്ടും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെയും നോൺ വെർബലാണ്, പിക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അഗെയിൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഏത് ഫിഗറിനകത്ത് എംബഡഡ് ആയിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് തന്നിട്ടുള്ള 4 ഓപ്ഷനകത്ത് എവിടെയെങ്കിലും ഈ ഒരു പിക്ചർ ഒളിഞ്ഞിരിപ്പുണ്ടോ അതായിരിക്കും നിങ്ങളുടെ ആൻസർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ആൻസർ. നമുക്ക് ഒബ്സർവേഷൻ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾക്ക് വേണ്ട പിക്ചർ ഇവിടെ ഇരിപ്പുണ്ട്. ഓപ്ഷൻ ബിയിൽ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഫിഗർ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. വേണമെങ്കിൽ ഞാനത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വരച്ചു തരാം. ഓപ്ഷൻ ബിയിൽ അത് വ്യക്തമായിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് നമുക്ക് വേണ്ട പിക്ചർ.
ഓപ്ഷൻ ബിയിൽ വളരെ വ്യക്തമായിട്ട് ആ ഒരു സെക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി തന്നെ, അല്ലെങ്കിൽ ഓപ്ഷൻ 2 ഫിഗർ 2 ഓപ്ഷൻ ബി തന്നെയാണ് നമ്മളുടെ ആൻസർ. അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ടൈം ആൻഡ് വർക്കിൽ കുറച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. അതും പക്ഷേ ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ആ ക്ലോക്ക് ഫോൾട്ടി ആയിട്ടുള്ള ക്ലോക്കാണ്. അതിൽ സമയം കാണിക്കുന്നത് എപ്പോഴും തെറ്റായിട്ടായിരിക്കും കാണിക്കുന്നത്. കറക്റ്റ് സമയം 5 മണിക്ക് ആ ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചു. രാവിലെ 5 മണിക്ക് ആ ക്ലോക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലായി ഓരോ ദിവസം ചെല്ലും തോറും 16 മിനിറ്റ് വീതം ആ ക്ലോക്കിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. കുറഞ്ഞാണ് വരുന്നത്. അതായത് ആക്ച്വലി ട്രൂ ആയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലോക്കിൽ ശരിക്കും 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ കാണിക്കാൻ പോകുന്ന 23 മണിക്കൂറും 44 മിനിറ്റും ആയിരിക്കും. കാരണം അവിടെ അത്രയും 16 മിനിറ്റ് വെച്ച് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂണിറ്ററി മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. 44 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 23 and 44/60 hours ആണ്. സോ അതിനെ വീണ്ടും എനിക്ക് കട്ട് ചെയ്യാൻ 23 and 11/15 ആണ്. ഇനി ഇതിനെ ഞാൻ വീണ്ടും മാറ്റുകയാണെങ്കിൽ 386/50 എന്ന് പറഞ്ഞൊരു വാല്യൂ എനിക്ക് കിട്ടും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് 23 × 50 എന്ന് പറഞ്ഞാൽ 230 + 115 ആണ് കിട്ടി എനിക്ക്. വീണ്ടും ഞാൻ ഈ 11 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും എനിക്ക് 356 കിട്ടും. 356/50 എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നമുക്ക് കിട്ടി. അതാണ് ആക്ച്വൽ ആയിട്ടുള്ള 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതായി. ഇനി നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ഇവിടെ ഫോൾട്ടി ടൈമിലെ 1 അവർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ വാല്യൂവിനെ ഇങ്ങോട്ട് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 24 × 15 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആ വാല്യൂ കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് 1 അവർ എത്രയാണെന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എത്ര ടൈം ലാപ്സ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ എത്ര സമയമെടുത്തു? നമ്മളോട് ചോദിച്ചിട്ടുള്ള ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ 1 5 AM സോ ഡേ 4 10 PM ആകുമ്പോൾ ആ ക്ലോക്കിൽ എത്രയാണ് കാണിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ക്ലോക്കിൽ 10 PM ആണ് കാണിക്കുന്നതെങ്കിൽ ആക്ച്വൽ ടൈം എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഓരോ ദിവസവും ആ ക്ലോക്ക് 16 മിനിറ്റ് വീതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനർത്ഥം അതിൽ കാണിക്കുന്ന സമയത്തിനേക്കാളും കൂടുതലായിട്ട് ആക്ച്വൽ ടൈം പോയിട്ടുണ്ട്. സോ ഇവിടെ 10 PM കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്താ സംഭവിക്കുന്നത്? അതിൽ കുറവുള്ളൊരു വാല്യൂ നമുക്ക് ആൻസർ വരാൻ പാടില്ല. ഇവിടെ 10 PM ആണ് കാണുന്നതെങ്കിൽ അതിൽ കുറവുള്ള ഒരു സമയം ആൻസർ ആവില്ല. കാരണം അത് സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിൽ കാണിച്ചതിനേക്കാളും തീർച്ചയായിട്ടും കൂടുതലായിരിക്കും ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞാൽ. സോ ഇത് ഒരിക്കലും ആൻസർ ആകില്ല. അതേപോലെ 11 AM ഒരിക്കലും ആൻസർ ആവില്ല. ഇനി 2 പോസിബിലിറ്റിയുള്ളൂ, എ അല്ലെങ്കിൽ ഡി. അവിടെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചാൽ നമുക്ക് ഓപ്ഷൻ ബിയും സിയും അല്ലാന്ന് തീർച്ചയായിട്ടും എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഫോൾട്ടി ടൈം 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്രൂ അവർ എന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 5 AM ഡേ 1 to 10 PM ഡേ 4 എത്ര സമയം പോയി? ഡേ 1 5 AM ആണ്. ഡേ 2 5 AM ആയപ്പോഴേക്കും 24 മണിക്കൂറായി. പ്ലസ് ഡേ 3 ആയപ്പോഴേക്കും വീണ്ടും 24 ആയി. ഡേ 4 ആയപ്പോഴേക്കും വീണ്ടും 24 ആയി. സോ 72 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞു. അത് ഡേ 4 5 AM ആയപ്പോഴേക്കുമാണ്. അന്നത്തെ ദിവസം 10 PM ആകുമ്പോഴേക്കും വീണ്ടും എത്ര മണിക്കൂർ കൂടെ മുന്നോട്ട് പോയി? 5 AM to 5 PM 12 മണിക്കൂർ പ്ലസ് 5 മണിക്കൂർ. സോ 17 മണിക്കൂർ വീണ്ടും എക്സ്ട്രാ മുന്നോട്ട് പോയി. അതിൻ്റെ അർത്ഥം ഇവിടെ 89 അവേഴ്സ് മുന്നോട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. 89 അവേഴ്സ് മുന്നോട്ട് പോയി. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്കും യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 90/89 നിങ്ങൾക്ക് കിട്ടും. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 90/89 കിട്ടും. അതിനർത്ഥം ആക്ച്വൽ ആയിട്ടുള്ള ഈ ഫോൾട്ടി ടൈം 1 അവർ എന്ന് പറഞ്ഞാൽ ഫോൾട്ടി ക്ലോക്കിലെ 1 അവർ ഈസ് ഈക്വൽ ടു നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ 90/89 ആണ്. ട്രൂ അവേഴ്സിൽ ഫോൾട്ടി ടൈമിൻ്റെ വാല്യൂ 90/18 ആ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫോൾട്ടി ക്ലോക്കിൽ 89 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ളതിൽ 89 × 90/89 വരും.
ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലായിട്ട് 90 മണിക്കൂർ അവിടെ കടന്നുപോയി. 89 മണിക്കൂറേ മറ്റേ ക്ലോക്കിൽ കാണിക്കുന്നുള്ളതെങ്കിലും 90 മണിക്കൂർ ആക്ച്വലി അതിൽ കടന്നു പോയിട്ടുണ്ട്. അതായത് ഈ സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ബാക്കിലോട്ടാണ് ശരിക്കും പോയിട്ടുള്ളത്. അതിനർത്ഥം ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞാൽ 11 PM ആണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾക്ക് ആ ട്രൂ ടു ഫോൾട്ടി അവേഴ്സിൻ്റെ റേഷ്യോ കിട്ടിയാൽ മതി. അത് കിട്ടാനും വളരെ എളുപ്പമായിട്ട് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു പ്രോബ്ലം മാത്രമാണ് നമുക്ക് ഇതുവരെ ചെയ്തതിൽ അല്പമെങ്കിലും വർക്കൗട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്, നമുക്ക് തന്നിട്ടുള്ള 16 മിനിറ്റ് വീതം നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വലി 24 മണിക്കൂർ, ആ ക്ലോക്കിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ തെറ്റായ ക്ലോക്കിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 23 മണിക്കൂറും 44/60 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 23 and 11/4 വെച്ചതിനെ കട്ട് ചെയ്തു, 11/15 വന്നു. ഇനി ഇതിനെ നമ്മൾ ഫ്രാക്ഷനിലാക്കി കഴിഞ്ഞാൽ 23 × 15 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 23 × 10, 210 + 115. അത് ചെയ്യുമ്പോഴേക്കും 200, 345 വരും, +11 356/15 കിട്ടും. ഇതാണ് ആക്ച്വലി ആയിട്ടുള്ള സമയം. 24 മണിക്കൂർ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോക്കിൽ കാണിക്കാൻ പോകുന്നത് 356/15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരെണ്ണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 1 കിട്ടും. സോ 24 × 15/200, 356 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തെറ്റായ മണിക്കൂർ എത്രയാണ് ഒറിജിനലിന് കിട്ടും. അപ്പോൾ ഇതിനെ വീണ്ടും നിങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 90/89 കിട്ടും. അങ്ങനെയാണെങ്കിൽ 89 മണിക്കൂർ കിട്ടാനായിട്ട് അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. സോ നിങ്ങൾക്ക് വാല്യൂ 90 കിട്ടും. അതിനർത്ഥം 1 മണിക്കൂർ എക്സ്ട്രാ ഇതിനേക്കാളും മുന്നോട്ട് പോയിട്ടുണ്ട്. ആൻസർ 11 PM നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് കോമൺ സെൻസ് വഴി ഒരിക്കലും ഇതിനേക്കാളും കുറവുള്ള സമയം കിട്ടത്തില്ല. കാരണം 10 മണിക്ക് മുന്നോട്ടേ അത് എന്തായാലും പോകുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ബി അല്ല സി അല്ല എന്ന് പറയാം. ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ഡി. ഐദർ എ ഓർ ഡി ആയിരിക്കും ആൻസർ. അവിടെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇറ്റ് ആസ് എ. ഇനി 19th ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യനും കലണ്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എഗെയിൻ ടൈമിലെ സെക്ഷൻ തന്നെയാണ്, ബട്ട് കലണ്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വീണ്ടും ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മളുടെ പറഞ്ഞിട്ടുള്ളത് 1 ജൂലൈ 2022 സൺഡേ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും November 21 ഡേ 1 on November, അതേ ഡേ 1 November എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ നമുക്കറിയാം. ഒരു വീക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അതിന് വീക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ 7ൻ്റെ മൾട്ടിപ്പിൾ വെച്ചിട്ടായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. 1-ാം തീയതി സൺഡേ ആണെങ്കിൽ +7, 8-ാം തീയതി സൺഡേ ആയിരിക്കും, 15-ാം തീയതി സൺഡേ ആയിരിക്കും, 22 സൺഡേ ആയിരിക്കും, 29 സൺഡേ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഗ്യാപ്പിനുള്ളിൽ എത്ര ദിവസമുണ്ട്, ഈ ഗ്യാപ്പിനുള്ളിൽ എത്ര ദിവസം ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഈ ജൂലൈയുടെ ഗ്യാപ്പ് എടുക്കുമ്പോൾ ജൂലൈയിൽ 31 ഡേയ്സ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓൾറെഡി നമ്മൾ 1നെ കൺസിഡർ ചെയ്തു. ഇനി വരാൻ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. സോ ജൂലൈയുടെ ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് 30 ഡേയ്സ് കിട്ടും. ഓഗസ്റ്റിൽ എല്ലാവർക്കും അറിയാം 31 ഉണ്ട്, സെപ്റ്റംബറിൽ 30 ഉണ്ട്, ഒക്ടോബറിൽ 31 ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് നവംബറിലെ 1 ആണ്. സോ ഇവിടെ ഈ 1ഉം കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 123 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. 120, 1 + 1 + 3, 123 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇനി ഈ 123നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങൾക്ക് റിമൈൻഡർ വരുന്നത് 4 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ 4 ദിവസം നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആൻസർ ആവും. ഇത് സൺഡേ ആണ്, അപ്പോൾ 4 മുന്നോട്ട് പോയാൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ സി ആണ്. സോ അവിടെ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ എത്രയാണ് ഈ ഗ്യാപ്പ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ 19th ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 20th ക്വസ്റ്റ്യൻ. 20th ക്വസ്റ്റ്യനും വളരെ ഈസിയാണ്. പിക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ പാറ്റേൺ ഫോളോ
ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും ലാസ്റ്റ് മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ? വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ 4 സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് പിക്ചറിൽ വന്നപ്പോഴേക്കും ഒരെണ്ണം മാത്രം ഷെയ്ഡായി. തേർഡ് പിക്ചറിലേക്ക് വന്നപ്പോൾ 2 എണ്ണം ഷെയ്ഡായി, 2 എണ്ണം ഫ്രീ ആയി. ആദ്യം 4 എണ്ണം ഫ്രീ ആയിരുന്നു, രണ്ടാമത്തെ പിക്ചറിൽ വന്നപ്പോൾ അതിൽ 1/4 ഷെയ്ഡായി, മൂന്നാമത്തെ പിക്ചറിൽ വന്നപ്പോൾ അതിൽ പകുതി ഷെയ്ഡായി. അതേപോലെ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം ഷെയ്ഡായിരിക്കും, ഒന്നും ഷെയ്ഡാവാതെ ആദ്യത്തെ ഫിഗർ, രണ്ടാമത്തെ ഫിഗറിൽ ഒരു പോർഷൻ മാത്രം ഷെയ്ഡായി, രണ്ടാമത്തെ ഫിഗറിൽ വരുമ്പോഴേക്കും 2 എണ്ണം ഷെയ്ഡഡ് ആയിട്ട് വരണം, 2 എണ്ണം ഫ്രീ ആയിട്ടും വരണം. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ നമ്മൾ അതിൻ്റെ പാറ്റേൺ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി ഫിഗറിൽ എന്താണ് തന്നത്, ബ്ലാങ്ക് ആയിട്ടുള്ള ഫിഗർ ആയിരുന്നു തന്നിരുന്നത്. രണ്ടാമത് വന്നപ്പോൾ ഒരു സെക്ഷൻ വന്നു. രണ്ടാമത്തെ ഫിഗറിൽ വീണ്ടും ഒന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ 2 സെക്ഷന് കവറായിട്ട് വരണം, 2 എണ്ണം ബ്ലാങ്ക് ആയിട്ട് വരണം. അതേപോലെ ആ ഡിവിഷൻ്റെ ലൈനും അവിടെ ക്ലിയർ ആയിട്ട് കാണണം. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള 2 ഓപ്ഷൻസ് പറഞ്ഞാൽ ഒന്നെങ്കിൽ എ വരാം, അല്ലെങ്കിൽ ബി വരാം. ഫസ്റ്റ് ഓപ്ഷൻ വരാം, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ വരാം. കാരണം നമ്മൾ ഉദ്ദേശിച്ച പാറ്റേൺ അതിൽ മാത്രമേ ഉള്ളൂ. തേർഡിലും ഫോർത്തിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ ലൈൻ നമുക്കില്ല, ഈ ഫിഗറിൽ ഫുള്ളും ഷെയ്ഡായിട്ടാണ് വന്നുള്ളൂ. അപ്പോൾ ഇതല്ല, ഇനി ഒന്നല്ലെങ്കിൽ 2 ആയിരിക്കും ആൻസർ. അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, ആദ്യം ഫിഗറിലുണ്ടായിരുന്ന ഓരോ സെക്ടറും സെപ്പറേറ്റ് ചെയ്തിട്ടുന്ന ലൈൻ ഉണ്ടല്ലോ, അതെല്ലാ ഫിഗറിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പിക്ചറിലും ഈ സെപ്പറേഷൻ ലൈൻ ഉണ്ടായിരിക്കണം. അത് ഫസ്റ്റ് ഫിഗറിൽ ഇല്ലായിരുന്നു, സെക്കൻഡ് ഫിഗറിൽ മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് ഫിഗറാണ് നമ്മളുടെ ആൻസർ. സോ ഈ ഒരു ചോദ്യം വളരെ എളുപ്പമായിരുന്നു. സോ അതാണ് ഞാൻ പറഞ്ഞ റീസണിങ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കമ്പാരിറ്റീവ്ലി ക്വാണ്ടിറ്റേറ്റീവിനേക്കാൾ എളുപ്പമാണ്. ബട്ട് ആക്ച്വലി നിങ്ങൾ എല്ലാ മറ്റ് എക്സാമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, മറ്റു പൊതുപരീക്ഷകളെക്കാളും വളരെ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ CUET ചോദിക്കുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ്. സോ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ആംപിൾ എമൗണ്ട് ഓഫ് ടൈം ഉണ്ട്. 3 മാസത്തോളം നിങ്ങൾക്ക് ഇനിയും പരീക്ഷയ്ക്ക് കിട്ടും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ദിവസവും ഒരു ഹാഫ് ആൻ അവർ വെച്ച് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റീസണിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാതെ വേറെ വഴിയില്ല. അത് പഠിച്ചാൽ നമുക്ക് നല്ല സ്കോർ കിട്ടും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഡിസൈഡിങ് ഫാക്ടർ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. കാരണം ആ ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതേപോലെ നല്ല രീതിയിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. സോ വിത്ത് ദാറ്റ് വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് ദ സെഷൻ ഫോർ ടുഡേ. സോ ഇതുവരെ നമ്മൾ 20 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു സെഷനിൽ നമുക്ക് അടുത്ത 20 ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും വരാം.